can hear you. Wait a minute. Yeah. Yes. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഒരു നല്ല ഒരു സന്ധ്യയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. Today, good evening. I just praise the Lord for time that God has given. നല്ല ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവചനാത്മാവിൽ സംസാരിക്കുകയുണ്ടായി. അതിശക്തമായ ദൈവപ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തതായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. I thank God for yesterday as a prophetical word which spoke with God's servant. ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെയും സൂമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞങ്ങളെ കാണുന്നവർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ വന്ദനം ചെയ്യുകയാണ്. ഈ ഒരു മിനിസ്ട്രിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. We are welcome you in this ministry, people who are seeing all the way from Facebook and Zoom. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളതാക്കുവാൻ സൂക്ഷിക്കുവാൻ നിങ്ങളെ തന്നെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. Be consecrate for the Lord and prepare yourself to hear His voice of God. കപടഭക്തി കൊണ്ടും കപട ആരാധന കൊണ്ടും ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. We cannot worship the Lord with the unfaithful tongues and unfaithful things in our life. ഹല്ലേലൂയ. Amen. ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാണ് സംസാരിക്കുന്നത്. കപടഭക്തിക്കാരെ ദൈവം ചിതറിക്കുകയും നേരുള്ള തലമുറയെ ദൈവം ഉയർത്തുകയും ചെയ്യും. God perishes the ungodly and God keep the person who has righteousness. കപടഭക്തിക്കാർക്ക് അധിക സമയം പിടിച്ചു നിൽക്കുവാൻ കഴിയും. കുറച്ചു നാളൊക്കെ അവൻ നിൽക്കുവാൻ കഴിയുമെങ്കിലും നേരുള്ളവന്റെ മുമ്പിൽ കപടഭക്തിക്കാർക്ക് നിൽക്കുവാൻ കഴിയും. Especially people who are wickedly things of that, they cannot stand before God. Only for the people of righteousness can stand. ലോകം മുഴുവനും കപടഭക്തിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. The world, we see the world full of wickedness is filled. യേശു പറയാണ്, അവർ വഴിയരികിൽ നിന്ന് അവരെന്തൊക്കെയോ ചെയ്യുന്ന രീതിയിൽ അവർ ഉച്ചയുണ്ടാക്കി ജനത്തിന്റെ ഓഡിയൻസ് പിടിച്ചു പറ്റുകയാണ്. Some are making shout and just making audience to be attracted with them. രാത്രി ഈ വചനം കേൾക്കുന്നവർ അങ്ങനത്തെ മേഖലകളിൽ നിന്ന് നിങ്ങൾ രൂപാന്തരപ്പെടുത്ത ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരാകുവാൻ ഈ രാത്രിയിൽ നിങ്ങൾ തീരുമാനമെടുക്കും. So today you just be set apart from that kind of things and people and be prepared to God. കാരണം നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയുടെ ദൈവത്തിന്റെ ഉണർവിന്റെ അടുത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. We are the people who are in the moment of the revival, so be sensitive and prepare ourselves for God. ദൈവത്തിന്റെ ആത്മാവിനെ ഒരിക്കലും ആർക്കും കബളിപ്പിക്കുവാൻ കഴിയില്ല. No one cannot be detected with the word of God. ദൈവത്തിന്റെ ആത്മാവിനെ ആർക്കും കബളിപ്പിക്കുവാൻ കഴിയില്ല. Can you hear me? No one can hesitate the Spirit of the Lord. Hallelujah. Amen. ദൈവികമായ പദ്ധതികളിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഇല്ല. ദൈവികമായ പദ്ധതികളിലേക്ക് ദൈവിക നിയോഗങ്ങളിലൂടെ മാത്രമേ കടക്കുവാൻ കഴിയൂ. There is no any shortcut to go into the presence of God. There is a right way to enter into His presence of God. ഈ തലമുറയിലും കഴിഞ്ഞ തലമുറയിലും എല്ലാം അനേക വ്യക്തികൾ ആത്മീയമായ കാര്യങ്ങളിൽ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് കയറുന്നതിന്റെ ഷോർട്ട് കട്ടുകൾ അന്വേഷിച്ചു. അവർ അതിൽ കുടുങ്ങിപ്പോയി. അവർ ദൈവത്തിന്റെ പദ്ധതിയിൽ എത്തിയില്ല.
And some, those days in the past, the people who went into the shortcut, they could not stand before God in a proper way. സ്പിരിച്വൽ ആത്മീയമായ മേഖലയ്ക്ക് ഷോർട്ട് കട്ട് ഇല്ല, റൈറ്റ് വേ ഉള്ളൂ. അത് ദൈവത്തിന്റെ നിയോഗത്തിലൂടെ മാത്രമാണ്. For the spiritual growth, there is no any shortcut, but there is only the way through the righteousness and the way of our truly living in God. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ മുമ്പിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. When you are in this night time, let's be purified and prepare yourself to purify in the blood of Christ. പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ സംസാരിക്കാൻ പറയുകയാണ്. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. The Holy Spirit is talking to somebody else about to cleanse your life. ദൈവത്തിന്റെ മഹത്വത്തെ മാത്രം നോക്കി, ദൈവത്തെ മാത്രം നോക്കി നിന്റെ ഓട്ടം പൂർത്തിയാക്കുക. We should run only seeing God and finish our destination. മനുഷ്യനെ വിളങ്ങാൻ, മനുഷ്യന്റെ മുമ്പിൽ അവൻ സന്തോഷിപ്പിക്കേണ്ടതിന് പല കാര്യങ്ങളും ചെയ്യുന്നവർ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന് എതിരായിട്ടാണ് ചെയ്യുന്നത്. So people who are showing things towards the people or man for the victory, it won't success in our life. നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനല്ല ദൈവം നിങ്ങളെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ്. The Lord has sent us not to please the people, but to please God. മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ നിങ്ങൾക്ക് കുറച്ചു കാലമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കരമായ നാശത്തിന്റെ കുഴിയിലേക്ക് നിങ്ങൾ പോകും. ദൈവത്തെ പ്രസാദിക്കുന്നവൻ നേരോടെ ആയുഷ്കാലം ജീവിക്കുമെന്ന് ബൈബിൾ പറയും. If we please people, we will be fallen. But if we please God, surely we will go into the eternal life. രാത്രി ഞാൻ വാഗ്ദത്തങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I want to speak about the promise of God today in this night. ഇസ്രായേൽ മക്കളുടെ മേൽ ഒരു വലിയ വാഗ്ദത്തം ഉണ്ടായിരുന്നു, അവർ കാനാൻ ദേശത്ത് എത്തിച്ചേരുമെന്ന്. God has a promise for the Israel they should reach to the place of Canaan. പക്ഷേ അവർക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം അവരുടെ മേൽ ഉണ്ടായിട്ടും അവർക്ക് ആ വാഗ്ദത്തത്തെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. As Israel had a promise of God, but they could not hold the promise, or they could not go to the destination of their promise of God. Today I'm talking about how to catch your promise from God. നമ്മളെ എങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും പിടിച്ചടക്കുന്ന ഇന്നത്തെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാം. നമുക്ക് ദൈവത്തിൽ നിന്നുള്ള വാഗ്ദത്തങ്ങളെ പിടിച്ചെടുക്കുവാനും കഴിയും, നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റുവാനും കഴിയും, നമ്മളെ കൊണ്ട് മാത്രം. Through us only we can hold the promise of God, or we can withdraw the promise of God as us. Hallelujah. നിങ്ങൾ വായി തുറന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. Can you say hallelujah to God? Can you say hallelujah to God? ഇന്ന് ചെറിയൊരു മെസ്സേജ് ആണ്. It's very important things, and after I'm praying for you, today I'm not prophesy anything. ഞാൻ പ്രവചിക്കാനൊന്നും നിൽക്കുന്നില്ല. ദൈവനോട് പറയുമെങ്കിൽ മാത്രം ഞാൻ ചിലരോട് ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന ഉണ്ടെങ്കിൽ ദൈവം സംസാരിക്കുമെങ്കിൽ ഞാൻ പറയും. If God wants to speak, I'm just going to speak a small message, and not only if Lord tell me to speak prophetically, so surely I'll pray for them. ജനത്തിന്റെ മേൽ അവർക്ക് വേണ്ടുന്നതിന് അപ്പുറമായ ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷെ അത് ഈ തലമുറയിൽ അവരുടെ ജീവിതത്തിൽ നിറവേറുന്നില്ല. People of God have a promise of God on them, but it is not fulfilling in their life. എല്ലാ വ്യക്തികൾക്കും ദൈവത്തിൽ നിന്നുള്ള ദൈവശബ്ദം കേൾക്കുവാൻ ഭയങ്കരമായ കൊതിയാണ്. പക്ഷെ അതിൽ നിലനിൽക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. People are ready to rejoicing to hear the prophetic promise word, but they don't want to stand in the promise of God. ഞാൻ പറയുന്നു, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ പദ്ധതികളുണ്ട്, വലിയ ദൈവിക വാഗ്ദത്തങ്ങൾ ഉണ്ട്. ഇതെല്ലാം സത്യമാണ്. വാഗ്ദത്തങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ
ഭയന്ന് ജീവിക്കേണ്ടത് ആവശ്യമാണ്. So when the promise of God is increased in your life, that you should be fearful to God and live according to the God's word. ചില വ്യക്തികൾ മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്. വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഭയത്തോടെ ജീവിക്കേണ്ടതാണ്. I hope that somebody didn't understand that when the promise of God increases in you, that you should be fearful to God to fulfill that promise of God. Hallelujah. നിങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ ഓരോന്ന് വരുമ്പോൾ നിങ്ങൾ കൈയടിച്ച് അതിനെ സ്വീകരിക്കുന്നതിനൊപ്പം അതിനെ നിങ്ങൾ ഭയന്ന് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ റിസർവ്ഡ് ആകേണ്ടത് ആവശ്യമുണ്ട്. So that God's promise is for you, then you should be reserved and clap your hand and receive it by faith in your life. ജനം വാഗ്ദത്തത്തിനും പ്രവചനത്തിനും വേണ്ടി ഓടി നടക്കുകയാണ്. People are running after for the promise and the prophetical word. They are running. Prophet, prophesy. എന്നെ പറ്റി എന്താണ് prophesy? ഒരു ദിവസം ഒരു പ്രവചനം കേട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. One day if they would not receive a prophetical word, they won't sleep. Prophet, prophesy on us. പ്രവാചകന്മാരെ ഡിസ്റ്റർബ് ചെയ്യുക. പ്രോഫറ്റ് പ്രവചിക്കുക. ഇന്ന് ഈ ദിവസം എന്നെ പറ്റിയുള്ളത് എന്താ പറഞ്ഞു. അടുത്ത ദിവസം every day they wanted to hear the prophecy about them. അവർ ദിവസം എന്നെ കുറിച്ച് പ്രവാചകനെ എന്നെ കുറിച്ച് പ്രവചിക്കുക എന്ന് ദിവസം അവർ നമ്മളോട് ചോദിക്കുക. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് പോലെ ജനത്തിന് എല്ലാ ദിവസവും ദൈവശബ്ദം വേണം. As they just eat their food daily, same way they want the prophetical word daily. Some people enjoying hear the prophecy. ചില വ്യക്തികൾ ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടാണ് ദേവദാസന്മാരെ വിളിച്ച് പ്രവചനം കേൾക്കുന്നത്. Actually, some people used to call the prophet and they rejoice in the prophetical word. Hallelujah. ദൈവത്തിന് നിങ്ങളെ പറ്റി പദ്ധതിയുണ്ട്. പ്രവാചകന്മാർ പ്രവചിക്കുന്നത് എല്ലാം സത്യമാണ്. പക്ഷേ അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നില്ല. This is the main topic. Prophet is prophesying, but it is not happening in our life. That's the topic that we are going to. പ്രവാചകന്മാരെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദത്തെ ജനത്തിനെ അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ്. God has kept the prophet to hear the voice of God only, to preach His word in this voice of prophetical word only. നിങ്ങളുടെ വാഗ്ദത്തത്തെ നിറവേറ്റി തരാനല്ല, നിങ്ങളോടുള്ള ദൈവിക ആലോചനയെ അറിയിക്കുവാൻ വേണ്ടി മാത്രം. ആ വാഗ്ദത്തത്തെ നിറവേറ്റേണ്ടത് നിങ്ങളുടെ കടമയാണ്. That the prophet of God is to only prophesy on you, but they cannot pray and they cannot fulfill your promise. That you only handle your promise to fulfill in your life. ഹല്ലേലൂയ. സൂം മീറ്റിംഗിൽ അനേകം വ്യക്തികൾ വരാറുണ്ട്. എല്ലാവരോടും ഞാൻ പ്രവചിക്കാറില്ല, പക്ഷെ എല്ലാവർക്കും ദൈവശബ്ദം കേൾക്കണമെന്നാണ് ആഗ്രഹം. So in Zoom meeting, everybody used to come because to hear the prophetical word, but I don't used to prophesy on everybody, but according to. ആയിരങ്ങൾ കൂടുന്ന യോഗത്തിൽ, ആയിരങ്ങൾ കൂടുന്ന മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുമെങ്കിൽ 2-3 പേരോട് മാത്രമേ ഞാൻ ദൈവിക ആലോചന പറയാറുള്ളൂ. കുറഞ്ഞ സമയം ഉണ്ടെങ്കിൽ. If there are around 1000 people are gathering in a meeting, I used to just prophesy only for 3 or 4 people, not much. Hallelujah. ഞാൻ മാത്രമല്ല, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ ദൈവദാസന്മാരും അങ്ങനെ 1000 പേരിൽ കൂടുന്ന മീറ്റിംഗുണ്ട്. 1000 പേരോടും പ്രവചനം പറയാറില്ല. ദൈവം പറയുന്ന ചില ആൾക്കാരോട് യുണീക്കായി പറയും. So God never speaks, and not only for me, every big preachers and prophet, they never used to prophesy. എത്ര പേർ ആ വാഗ്ദത്തങ്ങൾ നിറവ് കേൾക്കുന്നുണ്ട്, പ്രാപിക്കുന്നുണ്ട്, എത്ര പേർ അത് നിറവേറുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്? ഇതാണ് ഇന്നത്തെ ടോപ്പിക്. Actually, the topic is this: you hear the prophetical word, and how many prophecy is fulfilling in your life. That's the topic. എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന്റെ ശബ്ദം ദേവദാസന്മാരിലൂടെ കേൾക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ അതിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാറുണ്ട്.
പിന്നെയുള്ള എന്റെ ദിവസങ്ങൾ ഞാൻ വളരെ കെയർഫുള്ളോടെ ആയിരിക്കും മുമ്പോട്ട് പോകുന്നത്. When prophets prophesy on me, I handle in a proper way and obey the prophetical word, and I start to move with fearfully, with humbly, to fulfill my promise in my life. ഹല്ലേലൂയ. പ്രവചനങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, അതിനപ്പുറം പ്രവചനങ്ങളെ ഞാൻ ഒത്തിരി ഭയക്കുന്ന വ്യക്തിയാണ്. I like prophetical word, and I really I so fearful to handle my prophetical word in my life. കാരണം ഓരോ പ്രവചനങ്ങളും എന്റെ മേൽ വരുന്ന ഉത്തരവാദിത്തങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. Because every prophetical word it takes me into my future life. ഓരോ വാഗ്ദത്തങ്ങൾ ഞാൻ പ്രാപിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, ഞാൻ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും വിജിലന്റ് ആയി അതിനായി നിൽക്കുകയാണ്. So whenever I hear the prophetical word, I am so conscious to be, and truly I am ready to fulfill, to receive the promise of God. ഓരോ പ്രവചനങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോഴും നിങ്ങൾ അരമുറുക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. When you get the prophetical word, you have to tighten your lines, and you have to get into the God's promise with the fearful. അതുകൊണ്ട് പല സമയങ്ങളിലും എനിക്ക് ജനത്തോട് പ്രവചിക്കുവാൻ വലിയ താല്പര്യമില്ല. ദൈവം പറഞ്ഞെങ്കിൽ അത്രയും ദൈവം എന്നെ എൻകറേജ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ പ്രവചനം അല്ലെങ്കിൽ ജനത്തോട് പ്രവചിക്കാറുള്ളൂ. That's why when God asked me to encourage the people, then I just over the prophetical. ഹല്ലേലൂയ. Amen. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവചനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടും ആമേൻ അതിനൊരു നടത്തം അല്ലെങ്കിൽ ആ പ്രവചനത്തിനൊരു നിവർത്തി വരാത്തത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അതിനെ മറന്നു പോകുകയും അടുത്ത പ്രവചനം കേൾക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് പോകുകയും പഴയതിനെ മറന്നു പോകുകയും പുതിയതിലേക്ക് നിങ്ങൾ പോവുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ ദിവസം നിങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ അതിൽ നിന്നും പുറത്താകുകയും നിങ്ങളുടെ വാഗ്ദത്തങ്ങളിൽ നിന്നും നിങ്ങൾ ലെഫ്റ്റ് ആകുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. So why the prophetical words are not completely fulfilled? The reason why we hear one prophecy and we forget, and we go for another new prophecy, then we forget and we go another prophetical word. So these way our prophecies are not fulfilled in our life, because we didn't have a constant and stable in one prophetical word. എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ആ കേൾക്കുന്ന ദൈവശബ്ദത്തിന് വേണ്ടി എന്റെ ജീവിതത്തെ മാറ്റിവെക്കും. അത് ഫ്രൂട്ട്ഫുൾ ആയെങ്കിൽ മാത്രമേ അടുത്ത ദൈവശബ്ദത്തിന് വേണ്ടി ഞാൻ കാതുകളെ കോർക്കുന്നുള്ളൂ. When I hear, when in the prayer I hear the prophetical word from God, and after prophetical word is fulfilled and fruitful, then only I go for another prophetical word to hear from God. ഞാൻ ദൈവദാസന്മാരിൽ നിന്നും പ്രവചനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ഞാൻ ദൈവത്തിന്റെ ഭൃത്യന്മാരിൽ നിന്നും ഒരു ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. I used to I never desired to hear a prophetical word from somebody else. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിരിക്കുന്ന പ്രവചനങ്ങൾ ഞാൻ എത്തിപ്പെടാതെ അടുത്ത ദൈവശബ്ദം ഞാൻ ചെവി കൊടുത്താൽ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന പ്രവചനത്തിന്റെ ആ ശബ്ദത്തിലേക്ക് എന്നെ പറ്റിയുള്ള വാഗ്ദത്തത്തിലേക്ക് എനിക്ക് കയറുവാൻ കഴിയില്ല. So if I hear another prophetical word in my life, then which is not completely finished, the last prophetical word, I cannot handle it. So what? I never hear another prophetical in my life. So until let that be finished or fulfilled in my life. ജനത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം
ഇവരൊരു പ്രവചനം കേൾക്കുന്നു. അത് ഫ്രൂട്ട്ഫുൾ ആകുന്നതിന് മുമ്പ്, അതിലേക്ക് ഇവർ എത്തിപ്പെടുന്നതിന് മുമ്പ്, ഇവർ അതിൽ നിന്നും ഡയറക്ഷൻ മാറ്റി അടുത്ത പ്രവചനത്തിലേക്ക് പോകും. The people who just get the prophetical word and they go away from the direction of the first prophetical and they go for another prophetical in their life. ഞാൻ പറയുന്നു, ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ദൈവത്തിന്റെ ശബ്ദം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദത്തെ നിങ്ങൾ സ്വീകരിച്ച് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് അതിനെ നിങ്ങൾ ഗർഭം ധരിച്ച് അതിനെ പ്രസവിക്കാതെ അടുത്ത പ്രവചനത്തിലേക്ക് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നും പ്രാപിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ്. The prophetical word which you are getting first time in your life, that should be impregnant and that should deliver in your life. Until it is delivery, you should not go for another prophetical word. Otherwise, you will be in confusion and collapse in your life. ഓരോ പ്രവചനങ്ങളും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഒരു പ്രഗ്നൻസി പോലെ ആയിരിക്കും. Every prophetical word is like a pregnancy of prophecy. ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ ഡെലിവറി കഴിഞ്ഞ് ആ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷമേ അടുത്ത കുഞ്ഞിന് ജന്മം നൽകുവാൻ കഴിയുള്ളൂ. A woman, when she delivery once, when she conceived delivery one child, and then only she goes for another child. Hallelujah. 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 ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഈ ഭൂമിയിലുള്ള സഹോദരി സ്ത്രീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച 10 മാസമെങ്കിലും ആ സഹോദരി ആ കുഞ്ഞ് പുറത്തു വരുന്നത് വരെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ആ സഹോദരി 10 മാസം വരെ ആ ഒരു കാര്യത്തിൽ ബിസി ആയിരിക്കും. So a woman, when she gets a child and she used to take with them for 10 months and she guards that child until her delivery. ഞാൻ പറയുന്ന ഒരു സഹോദരി ഒരു കുഞ്ഞിനെ തന്റെ ഉദരത്തിൽ സ്വീകരിച്ചു, അത് വളർന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആ സഹോദരി മറ്റുള്ള കാര്യങ്ങൾക്ക്, ഓട്ടത്തിനും ചാട്ടത്തിനും, അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും ആ കിട്ടിയിരിക്കുന്ന ഗർഭം അബോർഷനായി പോകുവാൻ സാധ്യതയുണ്ട്. If a woman, she is conceived, and if she is not handling that baby properly, that's all, it will collapse and it will abort. So same way it's the prophetical word too. ഇതുപോലെയാണ് പലരുടെ ജീവിതത്തിലും. അവർ പ്രവചനത്തെ സ്വീകരിക്കാറുണ്ട്, അവരുടെ ആത്മാവിൽ അതിനെ ഗർഭം ധരിക്കാറുണ്ട്, പക്ഷേ അത് പുറത്തു വരുന്നത് അവർക്ക് കാണുവാൻ കഴിയില്ല. കാര്യം പാതി വഴിയിൽ അവർ മറ്റ് ആക്ടിവിറ്റികളിലേക്കും മറ്റു പ്രവചനങ്ങളിലേക്കും മറ്റു മേഖലകളിലേക്ക് ശ്രദ്ധയെ തിരിക്കുമ്പോൾ അകത്ത് ആയിരിക്കുന്ന ആ പ്രവചനം മിസ്കാരേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. Though the prophetical word which is already has said and they are not kept in a proper sustained, but they have just gone from one thing to another and hearing another prophet and the prophecy, so they are confused in their life and they go for miscarriage. This is happening all the believers' life. സകല വിശ്വാസികളുടെ ജീവിതത്തിലും നടക്കുന്നത്. Yes, that's what the believers, which is happening in their life. ഇസ്രായേൽ സൈന്യത്തെ യഹോവയാകുന്ന ദൈവം മോശെ എന്ന പ്രവാചകനിലൂടെ വിടിവിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. God is delivering Egypt through Moses, and they are taking towards the promised place of Canaan. ദൈവത്തിന് അവരെ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് ദൈവത്തിന്റെ പ്രവചനം. അതിനെ അവർ ഗർഭം ധരിച്ചിരിക്കുകയാണ് ആത്മാവിൽ. So they have to go to Canaan. That's a prophetical word they have just they're conceived in their life as the people of Israel.
അതിനെ പോഷിപ്പിക്കേണ്ടതിന്, ആ യാത്രയിൽ അവരെ പോഷിപ്പിക്കേണ്ടതിന് ദൈവം മരുഭൂമിയിൽ കാടപ്പക്ഷിയും മന്നയും നൽകുകയാണ്. So that's why God in the wilderness, God was giving them manna and the quills for eat for their life. അവരുടെ വാഗ്ദത്തങ്ങളിലേക്ക് അവർ പോകുന്നതിന് അവർ തളരാതിരിക്കുവാൻ പകൽ ദൈവം മേഘസ്തംഭമായി ഇറങ്ങി വരികയാണ്, രാത്രിയിൽ അഗ്നിത്തൂണായി ഇറങ്ങി വരികയാണ്. ഇസ്രായേൽ സൈന്യം വാഗ്ദത്തത്തിന്റെ മണ്ണിലേക്ക് യാത്രയാവുകയാണ്. When they were journeying in the daytime, God was given cloud for them; they should not be tired of. And the night time, He gave the pillar of fire to have a way in their wilderness. ജനത്തിന് ദാഹിക്കുമ്പോൾ അവിടെ ദൈവം അവർക്ക് കുടിക്കുവാനുള്ള വെള്ളം നൽകുകയാണ്. വചനം പറയുകയാണ്, മാറയിൽ നിന്നും വെള്ളം ഒഴുകി അത് കയ്പായപ്പോൾ ദൈവം അതിനെ മധുരമാക്കുവാൻ അവർ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു വൃക്ഷത്തെ ഉണ്ടാക്കിയിരിക്കുകയാണ്. So the people who traveled, they journeyed in the wilderness, they had a thirst, and God gave the water in the Mara. He gave a water to them to drink before they coming. God has made a tree for them that and to make the water into sweet. ദൈവം അവരെ ആ വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവം അവരുടെ ആ സിറ്റുവേഷൻ എല്ലാം ദൈവം അനുകൂലമാക്കി കൊണ്ടുപോകുമ്പോൾ ഈ ജനം ആമേൻ മോശയുടെ മുമ്പിൽ ദൈവത്തോട് മർമറിങ് ചെയ്യാണ്, പിറുപിറുക്കുകയാണ്. So when God has planned and prophesied the people, and God is taking these people towards the place of Canaan, they are started to murmur against Moses. അതുകൊണ്ട് വചനം പറയുന്നത് അവർക്ക് വാഗ്ദത്തത്തെ പ്രാപിക്കുവാൻ കഴിയില്ല. അവർ വഴിയിൽ വെച്ച് പെട്ടുപോയി. That's why the Bible says that because they are murmuring, God destroyed them in the wayside of the wilderness. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളെ പറ്റി പദ്ധതിയുണ്ട്, ദൈവത്തിന് നിങ്ങളെ പറ്റി വാഗ്ദത്തമുണ്ട്. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. പക്ഷേ നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതിനെ മിസ്കാരേജ് ആയി പോകുവാൻ സാധ്യതയുണ്ട്. So if God has given the promised word, God has given the prophetical word, if you did not handle it in a proper way, that will go miscarriage. യോസഫിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. യോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ താൻ ഗർഭം ധരിച്ച, ആത്മാവിൽ ഗർഭം ധരിച്ച വാഗ്ദത്തത്തെ താൻ ചേർത്ത് പിടിക്കുകയാണ്. താൻ അടിമയായി അടിമച്ചന്തയിൽ നിൽക്കുമ്പോൾ താൻ തന്റെ വാഗ്ദത്തത്തെ താൻ ചേർത്ത് പിടിക്കുകയാണ്. താൻ കാലാഗൃഹത്തിൽ 20 വർഷത്തോളം കിടക്കുമ്പോൾ താൻ അവിടെ തന്റെ വാഗ്ദത്തത്തെ ചേർത്ത് പിടിക്കുകയാണ്. ആമേൻ. പൊത്തിഫറിന്റെ ഭാര്യയുടെ ആഗ്രഹത്തിന് വിധേയപ്പെടാതെ താൻ തന്റെ വാഗ്ദത്തത്തെ ചേർത്ത് പിടിക്കുകയാണ്. As God gave a prophetical word to Joseph when he was into the waterless pit, he was holding the promise of God. When he was sold to the Potiphar's house and just running from there, he was actually tested. So he was holding up his promise of God. When he was put into the jail, he was holding the promise of God. Finally, what he conceived his spirit, അവനവന്റെ ആത്മാവിൽ ഗർഭം ധരിച്ച വാഗ്ദത്തത്തെ അവൻ ഹോൾഡ് ചെയ്ത് പിടിച്ചത് കൊണ്ട് ആമേൻ ഫറവോന്റെ മുമ്പിൽ അവന് അതിനെ ഡെലിവറി ചെയ്യുവാൻ കഴിയും. So until into the Pharaoh's house, he just holded that promise of God. So he became, at the prophecy delivered him in the Egypt. നിങ്ങൾ പ്രവചനങ്ങൾ കേൾക്കുവാൻ വളരെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞാനൊരു പ്രവാചകനായതുകൊണ്ട് ജനം എന്നെ പല സമയങ്ങളിലും ശല്യം ചെയ്യുകയാണ്. Prophet, give the word. So many people used to just call up me and just prophesy on me and used to just disturb me. Do something, give a one word. I'm asking some people, നിന്റെ ജീവിതത്തിൽ നീ മുമ്പേ കേട്ട വാഗ്ദത്തങ്ങൾ നീ പ്രാപിച്ചോ, അത് നടന്നോ? I'm asking this question. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ. മുമ്പിൽ നടന്ന പ്രവചന വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നോ? നിങ്ങൾ പ്രവചനം
നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം ദൈവദാസന്മാരിലൂടെ അല്ലെങ്കിൽ ദൈവഭൃത്യന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ നിങ്ങൾ അതിനെ കേൾക്കുകയും നിങ്ങൾ ആത്മാവിൽ അതിനെ സ്വീകരിക്കുകയും അതിനെ ആത്മാവിൽ നിങ്ങൾ ഗർഭം ധരിക്കുകയും ചെയ്യും. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അത് മിസ്കാരേജ് ആകുന്നതാണ് പല വ്യക്തികളുടെയും ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. Some people hear the prophetic word but could not handle it properly. So after a few months, it goes to miscarriage. നിങ്ങൾ കേൾക്കുന്ന പ്രവചനങ്ങൾ എത്ര വലുതാണോ അത്രയും നിങ്ങളെ തന്നെ നിങ്ങൾ ആമേൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അത്രയും നിങ്ങളെ തന്നെ നിങ്ങൾ ആമേൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. So when you hear the prophetical word, you should keep yourself in a proper way. Just keep a security of your life. Keep yourself and handle it properly, the prophetical word in your life. Hallelujah. നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദത്തെ നിങ്ങൾ ഹൃദയത്തിൽ ആക്കി വെച്ച് നിങ്ങൾ ദൈവ സന്നിധിയിൽ ആമേൻ ആ മുറിയുടെ അകത്ത് തന്നെ നിങ്ങൾ ഇരിക്കേണ്ടത് ആവശ്യമാണ്, അത് നടക്കുന്നത് വരെ. So until this prophetical word fulfills in your life, you just have to hold it in your life until it delivers. പ്രവചനങ്ങൾ എത്ര വലിയ പ്രവചനങ്ങൾ കേൾക്കുന്നു അത്രയും നിങ്ങളെ തന്നെ നിങ്ങൾ താഴ്ത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് എന്റെ ബലമുള്ള കയ്യിൽ നിങ്ങൾ താന്നിരിക്കണം. 1 പത്രോസ് കാണുവാൻ കഴിയുന്നു. In the first Peter we used to see that you have to humble yourself in the hand of God. In the due time will come, he will lift you up. ഏത് സമയമാണ് നിങ്ങളുടെ ഒരു നിങ്ങൾ ഗർഭം ധരിച്ച, നിങ്ങൾ ദൈവത്തിൽ നിന്നും ആത്മാവിൽ ഗർഭം ധരിച്ച ആ വാഗ്ദത്തം പുറത്തു വരേണ്ട സമയം വരെ നിങ്ങൾ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ഇരിക്കേണ്ടത് ആവശ്യമാണ്. So you should be humble under the hand of God until that prophecy should come into pass or come to fulfill in your life. ആമേൻ. ഒരു പ്രവചനം നിവർത്തിയാകുന്നതിന് മുമ്പ് തന്നെ, ആ പ്രവചനത്തെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത പ്രവചനത്തിന് വേണ്ടി ഓടുകയാണ്, അടുത്ത പ്രവാചകന്റെ അടുത്തേക്ക് ഓടുകയാണ്. ആമേൻ. അടുത്ത ദൈവദാസന്റെ അടുത്തേക്ക് പോകുകയാണ്. ദൈവദാസനെ, എനിക്കൊരു വലിയ ശബ്ദം വേണം. നീ കേട്ട വലിയ ശബ്ദത്തെ മാറ്റിവെച്ചിട്ട് നീ അടുത്തതിന് വേണ്ടി ഓടുകയാണ്. So what happens in our life, we just hear a first prophetical word, then when it's not complete, then we go for another prophet and ask me, prophet speak to me, then you go for another prophet. So this prophecy is not completely fulfilled in your life. ഹല്ലേലൂയ. പ്രവാചകന്മാരല്ല നിങ്ങളുടെ പ്രവചനത്തെ കേറിയേണ്ടത്, നിങ്ങളാണ് നിങ്ങളുടെ പ്രവചനത്തെ കേറിയേണ്ടത്. So that prophet is not to sustain your prophecy, but you should sustain your prophecy and keep it and sustain it and fulfill in your life. ഇന്ന് ജനം പ്രവാചകന്മാരുടെ പുറകെ ഓടുകയാണ്. People are running after the prophets. ഞാൻ പറയാം, നിങ്ങൾ മണ്ടത്തരമാണ് കാണിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ പ്രവചനം കേൾക്കുന്നത് നല്ലതാ, പക്ഷെ നിങ്ങൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് അവന്റെ കൈക്കീഴിൽ താന്നിരുന്നാലേ തക്ക സമയത്ത് അവന് നിങ്ങളെ ഉയർത്തുവാൻ കഴിയുള്ളൂ. രാത്രിയിൽ വളരെ സ്നേഹത്തോടെയും അധികാരത്തോടെയും ഞാൻ ഈ ദൈവശബ്ദം നിങ്ങളെ അറിയിക്കുകയാണ്. I just share this prophetical word for your life, that you should be humble yourself in your life and handle this prophecy in your life until it fulfills. So you have to humble yourself and God will fulfill in the due time. നിങ്ങൾ നിങ്ങളുടെ ദൈവ ശബ്ദത്തെ കേട്ട് അതിനെ നിങ്ങൾ പ്രസവിക്കാതെ, ആത്മാവിൽ പ്രസവിക്കാതെ നിങ്ങൾ അടുത്തതിലേക്ക് പോയാൽ you are under the danger. If after hearing the prophetical word, if you are not spiritually conceived in your life and you don't go for another prophetical word in your life,
നിങ്ങളുടെ മുമ്പേ ഓടുന്ന സകല ദിവ്യവൃത്യന്മാരും, നിങ്ങളുടെ മുമ്പേ ഓടുന്ന സകല ദൈവദാസന്മാരും ഇത് പ്രാപിച്ചിട്ട് വർഷങ്ങൾ, ആമേൻ, ആരും കാണാത്ത മുറികളിൽ ഇരുന്ന് ഇതിനെ ഗർഭം ധരിച്ചിട്ടാണ് പുറത്ത് നിങ്ങൾ ഇന്ന് കാണുന്ന മേഖലകളിൽ, രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, ജനക്കൂട്ട നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. There are prophets who hear the prophetic words from other prophets. So they just in their house and prayed and conceived, and after delivering only they came out of this world to be a great prophet for the nation. ഹല്ലേലൂയ. പ്രവചനങ്ങളെ സ്വീകരിക്കുന്നത് എളുപ്പമാണ്. പ്രവചനങ്ങളെ കൊണ്ടുനടന്ന് പ്രാപിച്ച് അതിനെ ഗർഭം ധരിച്ച് അതിനെ പുറത്തു വരുന്നതാണ് വളരെ വളരെ ഹാർഡായിട്ടുള്ള ഒരു കാര്യം. To receive a prophetical word is very easy until it is conceived, and that should be pregnant and conceived and should be delivered. So you have to wait until then you have a succeed. യോസഫ് കണ്ട ദർശനം വളരെ സന്തോഷമുള്ള ദർശനമാണ്, വളരെ ആനന്ദം പകരുന്ന ദർശനമായിരുന്നു. Joseph saw a nice dream in his life. യോസഫ് കണ്ടു സൂര്യനും ചന്ദ്രനും എല്ലാം തന്നെ വീണ് കിടന്ന് നമസ്കരിക്കുന്നു. യോസഫിന്റെ സഹോദരങ്ങൾ തന്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്നു. ഇതായിരുന്നു യോസഫ് കണ്ട സ്വപ്നം. Joseph saw the dream that their mother and the brothers are bowing before them, kneel down before them. He saw a fine സൂര്യനും vision. ചന്ദ്രനും തന്നെ സൂര്യനും ചന്ദ്രനും തന്റെ മുമ്പിൽ കീഴടങ്ങുകയാണ്, മുട്ടുമടക്കുകയാണ്. Sun and the moons are bowing before him. He saw that. It's a very beautiful dream. വളരെ വളരെ ആനന്ദം പകരുന്ന, വളരെ സന്തോഷമുള്ള ഒരു ദർശനമാണ്, പ്രവചനമാണ്. ദൈവത്തിൽ നിന്ന് joyful prophetical vision he saw. പക്ഷെ യോസഫ് എവിടെയൊക്കെ കൂടെ പോയെന്ന് നിങ്ങൾ വചനം വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. So if you read the Genesis, how the hardship he went in his life. ഹല്ലേലൂയ. Amen. പ്രവചനങ്ങൾ നല്ലതാ, പക്ഷെ പ്രവചനങ്ങളെ പ്രാപിക്കുന്നതും ആ പ്രവചനങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതും this is very hard. Receiving a prophetical word is very easy, but until you conceive it and you just make a delivery and make it to fulfill, that is very hard. നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ നിങ്ങളെ ഒക്കെ ആരെങ്കിലും പ്രവചിക്കാൻ വന്നാൽ നിങ്ങൾ പ്രവാചകന്മാരുടെ മുമ്പിൽ നിന്ന് ഓടിക്കളയും. If you come to a prophet and you start to prophesy, you will run away from that place. ഈ കാര്യങ്ങൾ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ പ്രവചനങ്ങളെ കേൾക്കുമ്പോൾ ഭയക്കും. ഓരോ പ്രവചനങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ ഭയക്കുന്നവരായിരിക്കും. Some prophecy, if you hear it, you will be in danger, or you will be afraid of it. Hallelujah. Yes. How many people understand what I am talking about? Amen. Hallelujah. Hallelujah. എല്ലാവരുടെ ആഗ്രഹം എല്ലാവർക്കും പാസ്റ്റർ ബെനിഹിനെ പോലെയും എല്ലാവർക്കും റൈനാഡ് ബോങ്കയെ പോലെയും ആകണമെന്ന്. Everybody desired to become like Benihin and Reinhard Bonnke. I want us to stand in front of the 1,000. All the TV channel recording my broadcasts. People recognize me. People honoring me. That's a desire of all the people. Some people used to be desiring, ആഗ്രഹിക്കുന്ന എന്താ പറഞ്ഞാൽ ഞാൻ റെനാഡ് ബോങ്കയെ പോലെ പല ആയിരങ്ങൾ മുമ്പായിട്ട് നിന്ന് പ്രസംഗിക്കണം എന്ന് എന്നെ ഹോണർ ചെയ്യാനാണ് ചിലവർ അങ്ങനെ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവരൊക്കെ ആ പ്രവചനം കേട്ടിട്ട് അതിനെ ഗർഭം ധരിച്ച് അതിനെ പുറത്തു കൊണ്ടുവരെ അവർ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയും, അയ്യോ, ഐ ഡോണ്ട് വാണ്ട് ദിസ് പ്രൊഫസി, ഐ ഡോണ്ട് വാണ്ട്. അപ്പൊ അവര് അത് പ്രാർത്ഥിച്ച പ്രവചനങ്ങളെ പ്രാർത്ഥിച്ച് ഗർഭം ധരിച്ച് അത് വെളിയിൽ കൊണ്ടുവന്നു ഡെലിവറി ആക്കിയപ്പോ അവരുടെ ജീവിതം ചോദിച്ചാൽ നമ്മൾ പറയും, അയ്യോ അത് വേണ്ട, എനിക്ക് അങ്ങനത്തെ മിനിസ്ട്രി വേണ്ട എന്ന് നമ്മൾ പറയും. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ലൈക്ക് ദാറ്റ് മിനിസ്ട്രി വിൽ സേ.
നിങ്ങളുടെ മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട വാഗ്ദത്തങ്ങളിലൂടെ ഓടി ഇന്ന് നിൽക്കുന്ന ഈ അവസ്ഥയിൽ എത്തുവാൻ ഞാൻ പോയ വഴികൾ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ആശ്ചര്യപ്പെടുവാൻ ഇടയുണ്ട്. If I say about my life that I'm standing in this platform that God has kept me and He is making around the world, but if you hear my things which has happened in my life, that you will be collapsed. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കല്ലിൽ കൊത്തി ഉണ്ടാക്കുന്ന ഒരു വളരെ സൗന്ദര്യമുള്ള ഒരു സ്റ്റാച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിത്രപ്പണി, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പറയും വളരെ സുന്ദരമാണ്. ചിലർ പറയും അത് ഇത്ര വർഷങ്ങൾ കൊണ്ട് അതിനെ കരിങ്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത്രയും മനോഹരമായിരിക്കുന്നത്. For example, if I say about making a statue in the rock, it would have taken much time and it's made a statue. But we say, what a beautiful statue we say. How it is beautifully made. ഇതിൽ പറയും 10 വർഷം കൊണ്ടാണ് ഇതൊരു സാധാരണ കല്ലായിരുന്നു, ഒരു ഷേപ്പും ഇല്ലാത്ത കല്ലായിരുന്നു. ഇന്ന് കാണുമ്പോൾ വളരെ നല്ലൊരു രൂപമായി, വളരെ ബ്യൂട്ടിഫുൾ ഒരു രൂപമായിട്ട് ഈ കരിങ്കല്ല് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് കരിങ്കല്ലിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയതാണോ എന്ന്. But you never thought about this rock was normal, but it was carved very beautiful and structured as a statue and made as a perfect, but you never thought about that. നിങ്ങൾക്കറിയാമോ, ആ കല്ലിനെ കൊത്തുന്ന ആ ഒരു കുശവന്റെ കയ്യിൽ, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആ കല്ല് കൊത്തുന്ന അല്ലെങ്കിൽ ആ ചിത്രപ്പണി ഉണ്ടാക്കുന്ന ആ വ്യക്തിയുടെ ആയുധത്തിന്റെ മുമ്പിൽ, മൂർച്ചയുള്ള ആയുധത്തിന് മുമ്പിൽ എത്ര ക്രഷ് ചെയ്തിട്ടുണ്ടാകും, എത്ര വേദനിച്ചിട്ടുണ്ടാകും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. എക്സാമ്പിൾ ഐ എം ടെല്ലിങ് യു. And I just want to say an example to you that how the carving person who chiseled that statue, you know that how much pain would have gone through for the statue if we that like that. It would have had that kind of pain in that life. ദൈവം നിങ്ങൾ കേട്ട വാഗ്ദത്ത പ്രകാരം ദൈവമാകുന്ന ശില്പി നിങ്ങളെ കൊത്തി മിനുക്കി ദൈവം പറഞ്ഞ അതേ വാഗ്ദത്തത്തിൽ, അതേ രൂപത്തിൽ ആക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ഇരുന്ന് കൊടുക്കണം, സബ്മിറ്റ് ചെയ്ത് ഇരുന്ന് കൊടുക്കണം പ്രാർത്ഥനാ മുറിയിൽ. Amen. So as God is chiseling you according to the promise that God gave to your life, so you submit your life into the hand of God. He will chisel you according to the prophetical word which is pronounced on your life. നിങ്ങളെ തന്നെ നിങ്ങൾ വർഷങ്ങൾ ആ വാഗ്ദത്തം നിറവേറുന്നത് വരെ നിങ്ങൾ അതിനെ തന്നെ, മറ്റുള്ളതെല്ലാം നിങ്ങൾ എറിഞ്ഞു കളഞ്ഞ് നിങ്ങളുടെ എല്ലാം നിങ്ങൾ മാറ്റിവെച്ച് അതിനെ തന്നെ പ്രാപിച്ച് അത് പുറത്തു വരുന്നത് വരെ നിങ്ങൾ അവന്റെ കൈ കീഴിൽ താന്നിരുന്ന് അവൻ നിങ്ങളെ കൊത്തി മിനുക്കി സമയത്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി പുറത്തെടുക്കുന്നത് വരെ നിങ്ങൾ അവന്റെ കൈ കീഴിൽ താന്നിരിക്കണമെന്ന് വചനം പറയുന്നു. So that you have to give and submit the hand of God until He doesn't make the perfect prophetical in your life, statue of your life, or what the word has given for your life, that you humble before the hand of God and He will make you that person. ഒരു വെളിപ്പാട് നിങ്ങളോട് ഞാൻ പറയും. പരിശുദ്ധാത്മാവ് എന്നെ ഈ സമയം കാണിക്കുന്ന ഒരു വെളിപ്പാട് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. The Holy Spirit is showing a revelation in this time in my spirit. വചനമാകുന്ന ടൂള് കൊണ്ട് നിന്നെ കൊത്തി മിനുക്കി ദൈവത്തിന്റെ പർപ്പസിലാക്കുന്നത് വരെ നീ ദൈവവചനത്തിന്റെ കീഴിൽ ദൈവവചനമാകുന്ന ടൂളിനെ ആമേൻ പറയുന്നതിൽ തന്നെ നീ മുമ്പോട്ട് പോകുമെങ്കിൽ ദൈവവചനമാകുന്ന ടൂള് നിന്നെ ദൈവത്തിന്റെ ഹിതപ്രകാരം കൊത്തി മിനുക്കി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. So what God is a chisel, is chiseling according to the word and according to your life, and through the
word, God makes you a man, a perfect person in your life. You have to submit in the hand of God. ഇതിന്റെ നടുവിൽ നീ ഉപവാസത്തിന്റെ അകത്ത് ദൈവവുമായിട്ടുള്ള ഏറ്റവും കൂടിയ ബന്ധത്തിലിരിക്കണം. ആ സമയങ്ങളിൽ ലോകത്തിലുള്ള സകല കണക്ഷനും കട്ട് ചെയ്ത് ദൈവത്തിന്റെ കരത്തിന്റെ കീഴിലിരിക്കേണ്ടത് ആവശ്യമാണ്. So when you sit in the fasting prayer, just cut every connection of the world and be connected with the Lord in this time, in this presence of fasting. യോസഫ് കാലാഗ്രഹത്തിലായിരിക്കുമ്പോഴും, പൊത്തിഫറിന്റെ ഭവനത്തിലായിരിക്കുമ്പോഴും, ഒട്ടക്കണത്തിലായിരിക്കുമ്പോഴും ആ വ്യക്തി കരഞ്ഞില്ലെന്ന് വചനം പറയുന്നു, തകർന്നില്ലെന്ന് വചനം പറയുന്നു. കാര്യം അവൻ ദൈവത്തിന്റെ കൈക്കീഴിൽ അതിനു വേണ്ടി തന്റെ വാഗ്ദത്തത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയായി. So here we see that when Joseph was put into the bottle pit, and when he was in the Potiphar's house, when he was in the jail, he never cried or he never broken in his life. Hallelujah. പൊത്തിഫറിന്റെ ഭവനത്തിലായിരുന്നപ്പോ തനിക്ക് വേണമെങ്കിൽ ഓടിപ്പോകാമായിരുന്നു. When he was in the Potiphar's house, he would have ran away from that place. അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അതിന്റെ അകത്തും, ആ വേദനയുടെ അകത്തും, ഒറ്റപ്പെടലിന്റെ അകത്തും, നിരാശയുടെ അകത്തും താൻ തന്നെ ദൈവികമായ പദ്ധതിയിലേക്ക്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് താൻ സമർപ്പിച്ച്, അതിലൂടെ ആയതുകൊണ്ട് ദൈവം അവനെ തക്ക സമയത്ത് ഉയർത്തി അവന്റെ വാഗ്ദത്തത്തിലേക്ക്, അവന്റെ വാഗ്ദത്ത നിറവേറ്റത്തിലേക്ക് ദൈവം അവനെ മാറ്റി വെച്ചു. But he kept his life as safe and security in the word of God and the prophetical word which was shared to him through the visions, through the dreams. So he was kept it until it comes to fulfill. So God blessed him. ഹല്ലേലൂയ. ഞാൻ ഈ സൂമിലേക്ക് വരുമ്പോ അതിശക്തമായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കുന്നു. ഞാൻ ജനത്തിനോട് ദൈവിക ആലോചന പറയുന്നു, ജീനിയോളജിക്കൽ പ്രവചിക്കുന്നു. ഇതെല്ലാം കാണുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഒരു താമസം തോന്നാം. പക്ഷെ 10 വർഷക്കാലം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തവുമായി ആരും അറിയാതെ ഇരുന്ന കാര്യം നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. But you may be thinking that I was prophesying the genealogical, and not only, you know, the reason of that, because of 10 years I was waited before the Lord in every kinds of situation, in trouble. That's why the Lord has made me to stand in this platform. ഒരു വ്യക്തിക്കും എന്നെ അറിയത്തില്ല, ഞാൻ കരയുന്നത് അറിയത്തില്ല, ഞാൻ തകർന്നത് അറിയത്തില്ല. എന്നെ ദൈവം അതിനുവേണ്ടി കൊത്തി മിനുക്കുമ്പോഴും ആ വേദനയിലും ഒരു പരാതി പോലും പറയാതെ, ആ ദുഃഖത്തിലും, ആ ഒറ്റപ്പെടലിലും, ആ നിരാശയിലും ഒക്കെ ദൈവത്തിന്റെ വചനത്തെ മാറോട് ചേർത്ത് അവിടെ ഇരുന്നത് കൊണ്ടായിരുന്നു നിങ്ങളുടെ മുമ്പിൽ നിന്നും ഇങ്ങനെയൊക്കെ ദൈവത്തിന്റെ അഭിഷേകത്താൽ, ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളെയൊക്കെ സഹായിക്കുവാൻ കഴിയുന്നു. So I have standing before you. The reason is I have had many kinds of trouble. I was patient. I didn't cry. I received everything with the humbleness, and that's why the Lord made me to sustain in this place, in this platform, by the grace of God. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന എന്നെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. എന്റെ ജീവിതത്തിലെ കഥകളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. എവിടെയൊക്കെ പരാജയപ്പെട്ടെന്നും, എവിടെയൊക്കെ നാണം കെട്ടെന്നും, എവിടെയൊക്കെ വീണു പോയിട്ടുണ്ടെന്നും, എവിടെയൊക്കെ മുറിവേറ്റുന്നെന്നും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് സ്ക്രീനിന് പുറകിലുള്ള കാഴ്ച അറിയില്ല, സ്ക്രീനിന് മുമ്പിലുള്ള കാഴ്ചയെ നിങ്ങൾക്ക് അറിയില്ല. You people never knows about me, where I shamed, where I was broken, where I was thrown out, where I was shamed by the people, like, because in the screen I see as a perfect or a joy person, but at the back of my screen I was broken in my life. That's the back screen of my life. That's why God made me perfect for this time to stand before you. കുശവന്റെ കയ്യിൽ വർഷങ്ങൾ ഇരുന്നിട്ടാണ് ചില അഭിഷിക്തന്മാർ പുറത്തു വരുന്നത്. People who have sit in the potter's house, that's why they have just came out from according to God's designing of his life.
when potter release a potter, that time potter ആ പോട്ട് അല്ലെങ്കിൽ ആ പാത്രം ഉപയോഗത്തിലേക്ക് വരുന്നത്. The potter used the potter until he released that pot. Until that time, the vessel will be in with the potter only. അതുകൊണ്ട് വചനം പറയുന്നത് തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ, യേശുവിന്റെ ബലമുള്ള കൈക്കീഴിൽ താന്നിരിപ്പിൻ. So until we just come into the level of God's level, so we should be humble before Him, and in the due time He will lift us. അവിടെ നീ ക്ഷമ പഠിക്കും, അവിടെ നീ അച്ചടക്കം പഠിക്കും, അവിടെ നിന്നെ ദൈവം പെർഫെക്റ്റ് ആയിട്ട് ഒരു വ്യക്തിക്ക് കുറ്റം പറയാൻ രീതിയിൽ, ഒരു വ്യക്തിക്ക് നിന്നെ പറ്റി ഒരു കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ, നിന്റെ പ്രവചനങ്ങളെ കള്ളത്തരമെന്ന് പിശാചിനെ പറയാൻ പറ്റാത്ത രീതിയിൽ, ആക്യുറേറ്റ് ആയിട്ട് പ്രവചിക്കത്തക്ക രീതിയിൽ, ആക്യുറേറ്റ് ആയിട്ട് ദൈവ ശബ്ദം വിളിച്ചു പറയത്തക്ക രീതിയിൽ, ആക്യുറേറ്റ് ആയിട്ട് ദൈവവേല ചെയ്യത്തക്ക രീതിയിൽ ദൈവം നിന്നെ പണിത് പുറത്തിറക്കും. So to prophesy as a prophet and prophetess, God will make you in this due time be a patientful person, and He will mold you and will make you perfect. So then He will make you a prophet and prophetess to the nation to prophesy very accurately. ചില വ്യക്തികൾ എന്നോട് ഒന്ന് പറയാറുണ്ട്, എന്റെ മേൽ ഭയങ്കര പ്രവചനമുണ്ട്, എന്നെ പറ്റി ആ പ്രവാചകൻ പറഞ്ഞു, ഈ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, അവിടെ പോകുമെന്ന് പറഞ്ഞു, വലിയ ദൈവദാസനാകുമെന്ന് പറഞ്ഞു. ഇതെല്ലാം കേൾക്കുമ്പോ ഞാൻ എന്റെ നെഞ്ചത്ത് കൈവയ്ക്കും. എന്തെല്ലാം പ്രശ്നങ്ങളോടെ ഇവൻ കടന്നു പോണം, ഇവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. Sometimes some prophets, some believers used to come to me and say that, Pastor, that prophet has prophesied about me that I will become a very big, I'll go to the world, I'll go to the nation. But I used to think, how much problem this guy will go into the problem. I used to keep my hand in my chest and I used to remember that. What will happen? എന്തോരം ഇവ പണിയപ്പെടേണ്ടി വരുമെന്ന് ഞാൻ അന്നേരം അവനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. That's why I used to think of that. How he is going to be chiseled before God. How God is going to be just carving in a very hand. എനിക്ക് ആ വ്യക്തിയെ കാണുമ്പോ എനിക്കറിയാം ആ വ്യക്തി എന്തോരം ദൈവത്തിന്റെ കൈയാൽ പണിയപ്പെടണമെന്ന് എനിക്കറിയാം. ഫിനിഷ്ഡ് ഗുഡ്സ് ആയി പുറത്തു വരണമെങ്കിൽ എത്ര വർക്ക്ഷോപ്പുകളിൽ അവനെ ദൈവമിട്ട് പണിയുമെന്ന് എനിക്ക് ആത്മാവിൽ തിരിച്ചറിയുവാൻ കഴിയും. So when that person speaks, I can understand in my spirit that how much year it will take to carve him to be a finished product. Hallelujah. നിങ്ങളോട് പറയാ, പ്രവാചകനെ, എന്റെ ലോകം അറിയപ്പെടുന്ന പ്രവാചകനായി ദൈവം വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നെഞ്ചത്ത് കൈവച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കും. And somebody will say that, Pastor Prophet, I have called for the prophet to the nation. Means I used to keep my hand in my chest and used to pray, Lord, help him. Hallelujah. Hallelujah. Because I know this person will become a prophet of God. How many അല്ലെങ്കിൽ എത്ര വർക്ക്ഷോപ്പുകളിലിട്ട് ഇവനെ പണിത് ദൈവം എടുക്കും, എത്ര ടൂളുകൾ ഉപയോഗിച്ച് ഇവനെ ഷേപ്പ് ചെയ്ത് ദൈവം എടുക്കും, എന്തോരം മുറിച്ച് കട്ട് ചെയ്ത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒരു പ്രവാചകനാക്കി എടുക്കണമെങ്കിൽ ഇവൻ ദൈവത്തിന്റെ കയ്യിലൂടെ ഒത്തിരി പോകുമെന്ന് എനിക്കറിയാം. So I know that. So when a person says I will become a big prophet, so how I know that how God is going to carve him, how God is going to paste him, how God is going to make a finished product, how much years it will go, I can understand. Amen. Hallelujah. നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ വലിയ സിനിമകളൊക്കെ കാണുന്ന ആഗ്രഹിക്കും, വലിയ അഡ്വഞ്ചർ ഫിലിം ഒക്കെ കാണുന്നതായിരിക്കും. ഈ ഫിലിമിന്റെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഇത് കാണും. പക്ഷെ ഇതിന്റെ പുറകിൽ എത്ര വർഷത്തെ കാത്തിരിപ്പും എത്ര വർഷത്തെ പണികൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നിശ്ചയം ഇതിന്റെ സ്ക്രീനിലുള്ള പുറകിൽ പോയി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇത്രയും വർഷങ്ങൾ ചെയ്തിട്ടാണോ ഇത്രയും വലിയൊരു സിനിമ അല്ലെങ്കിൽ ഒരു ഫിലിം, അഡ്വഞ്ചർ ഫിലിം പുറത്തു വന്നത്? You see, for example, if I want to say that some people used to make an adventure film, it's a very big film,
You see in the theater only for 2 hours, but if you see at the back of the cinema when they are shooting and all, it would have taken around years after years to create it. Then they bring for the picture. So only for 2 hours, you will be amazing that what a picture it would be. Same way, it's in our life. ഹല്ലേലൂയ. നിങ്ങൾ പറയും ഇതെനിക്ക് ചെയ്യാൻ പറ്റും, ദൈവത്തിന്റെ കൃപയോടെ ചെയ്യാൻ പറ്റും. ചിലർ പറയും ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഞങ്ങൾക്കും പറ്റും, ഞങ്ങളെ ദൈവം ഉപയോഗിക്കും, ഞങ്ങളും പേരൊക്കെ വിളിക്കും, ഞങ്ങളും ദൈവത്താൽ ഉപയോഗിക്കപ്പെടും, ഞങ്ങളെയൊക്കെ ഇതുപോലെ. പക്ഷേ എന്നെ ഉണ്ടാക്കിയെടുത്ത അതേ തീടകത്ത് നിങ്ങളും പോകേണ്ടി വരും. Actually, you may be thinking, I can also call the name, I can also prophesy correctly, but how the Lord has took me into the fire, same way Lord will take you also into that fire, then only He'll bring it out. രാത്രി പ്രവചനങ്ങളുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക. If you are a prophet and prophetess, be careful that how God is going to carve your life. Don't allow to miscarriage in your prophecy, in your spirit. So ദൈവത്തിന്റെ പ്രോഫസി മിസ്കാരേജ് ആക്കാതെ അതെങ്ങനെ സൂക്ഷിക്കുന്നു നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. Don't allow to miscarriage what you receive from God. ഏത് ദൈവത്തിന്റെ അടുത്ത് നിങ്ങൾ പ്രാപിച്ചോ പ്രോഫറ്റിക് അത് മിസ്കാരേജ് ആകാതെ സൂക്ഷിക്കാൻ വേണ്ടി പ്രവചനങ്ങൾ വളരെ ആനന്ദം തരുന്നതാണ്. ഇനി നിങ്ങൾ ഈ മെസ്സേജ് കേട്ടിട്ട് നിങ്ങൾ ഒരു പ്രവചനം കേൾക്കുമെങ്കിൽ നിങ്ങൾ ഭയക്കും. After hearing this message, and if you hear a prophet, surely you will be terribly feared. എത്ര മേഖലകളിലൂടെ ഞാൻ കടന്നു പോണം ദൈവമേ. Oh, how much things I have to pass in my life that I have to understand. ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർ, ലക്ഷറി കാർ പുറത്തിറക്കുമ്പോൾ നിങ്ങൾ പറയും വാവ് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ കാർ. പക്ഷെ ആ കാർ എത്ര ഹോട്ട് സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ട്, എത്ര വർക്ക്ഷോപ്പുകളിലൂടെ പോയിട്ടുണ്ട്, എന്തോരം ഷേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ അതിന്റെ ഹിസ്റ്ററിയെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. If a brand new car is coming to the life, then you have to think of that how much hardship which the car has gone to mold it, to make it, to shape it, and all the painting and all the finishing work that they bring to the place in the television or something other to the outward, then it makes me perfect, looks perfect. Same way in our life. രാത്രി നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ പ്രവചനങ്ങൾ നല്ലതാ, നിങ്ങളുടെ പ്രവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ നിങ്ങൾ പ്രവചനങ്ങളെ കീപ്പ് ചെയ്ത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് പോലെ, കുഞ്ഞു വയറ്റിലുള്ളപ്പോൾ കെയർ ചെയ്യുന്നത് പോലെ നിങ്ങളെ തന്നെ നിങ്ങൾ കെയർ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. So how you are going to keep your prophetical, as a woman carries a baby or conceived carries a baby, that she holds it properly, carries it properly, and very carefully she takes until the delivery. Same way you have to take the prophetical word that be in your life. ഈ മെസ്സേജ് കേൾക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്, അമ്മമാരുണ്ട്. നിങ്ങൾക്കറിയാം പ്രസവം അടുത്ത് വരുമ്പോ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. When the delivery time comes, the woman does know them, the pain she undergoes in their life. നിങ്ങൾ പറയും അയ്യോ എനിക്ക് പ്രസവം ഇത് വേണ്ട, എനിക്ക് ഡെലിവറി വേണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചു പോയി കാണും. Sometimes the pregnancy woman would say, I don't want this delivery because it's a painful situation. ചില ഗർഭം ധരിച്ചിരിക്കുന്ന സഹോദരിമാരെ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ അവരുടെ കാല് നീരായിരിക്കുന്നു, അവർക്ക് നടക്കാൻ കഴിയുന്നില്ല, അവർ ഭയങ്കര ഹെവി ഭാരം ചുമക്കുന്നത് പോലെ അവര് തന്നെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നത്. So when you see the woman who is going to be delivered in the hospital, the doctor will say, or they will say the legs were swollen up, and they say they can't bear the pain. They will be disturbed. They will be
the giddiness, and everything will happen. They say, "Oh, I don't need of any delivery." They will be in the pain situation. പ്രസവിച്ച കുഞ്ഞുങ്ങളുള്ള അമ്മമാരോട് ചോദിക്കുക, ആ പ്രസവത്തിന്റെ സമയം അടുക്കുമ്പോ വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? എന്റെ പൊന്നു പ്രവാചകനെ, ആ സമയങ്ങൾ ഓർക്കുവാൻ വയ്യ, എന്നെ ഓർമ്മിപ്പിക്കല്ലേ ആ ദിവസങ്ങളിലേക്ക്. And if you ask that woman, how was your delivery time? And the woman will say, Prophet, don't please remember, make me remember in that time. That will be a very painful situation. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാ ഡെലിവറിയുടെ സമയങ്ങൾ. കാര്യം ഞാൻ അത്രയും ഉടഞ്ഞ്, ഞാൻ അത്രയും അവസ്ഥയിലൂടെ കടന്നുപോയി. ഇതുപോലെയാ നിങ്ങൾ കേൾക്കുന്ന പ്രവചനങ്ങൾ. നിങ്ങൾ ഗർഭം ധരിച്ച് അതിനെ പുറത്തു വരുന്ന സമയങ്ങൾ, നിങ്ങൾ പൊടിഞ്ഞു പോകുന്ന സമയങ്ങളാണ്. പക്ഷെ നിങ്ങൾ അവിടെ വിശ്വസ്തയോടെ സഹനത്തോടെ നിൽക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ആ പ്രവചനത്തിലേക്കും, ദൈവം ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്കും, ദൈവത്തിന്റെ പ്രവചനത്തിലേക്കും നിങ്ങൾക്ക് വരുവാൻ കഴിയും. You have to understand that when you go through that pain situation, your life will be in that situation. God will carve you and bring you out and manifest your life. ലോകം അറിയപ്പെടുന്ന മിസ്റ്റർ യൂണിവേഴ്സിലായിരിക്കുന്ന ബോഡി ബിൽഡേഴ്സോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയും, ഓ ഇത് 2 ദിവസം ജിമ്മിൽ പോയാൽ ഇങ്ങനെ സംഭവിക്കും. അവര് പറയുന്നു, വർഷങ്ങൾ ഞങ്ങൾ ഇതിനു വേണ്ടി കാത്തിരുന്നു. ഓരോ പാർട്സും അതിൻ്റെതായ രീതിയിൽ വരത്തക്ക രീതിയിൽ, ഓരോ ബോഡിയുടെ ഷേപ്പും അതിനുവേണ്ടി വരത്തക്ക രീതിയിൽ ഞങ്ങൾ പല ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചു, മധുരമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉപേക്ഷിച്ചു. ഞങ്ങൾ അതിനു വേണ്ടി രാവും പകലും ഞങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ വർക്കൗട്ടിലായതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരു മിസ്റ്റർ യൂണിവേഴ്സലായി ലോകത്തിന്റെ മുമ്പിൽ സെലിബ്രിറ്റി ആയിട്ട് വന്ന് നിൽക്കുന്നത്. ഇതുപോലെയാണ് നിങ്ങൾ കേൾക്കുന്ന വാഗ്ദത്തങ്ങളെയും നിങ്ങൾ സ്വീകരിച്ച് അതിനുവേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിച്ച് ലോകത്തോടുള്ള കണക്ഷൻ വിട്ട് വാഗ്ദത്തം വിരിഞ്ഞു പുറത്തു വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. So the same, if you see an example, a bodybuilder who just builds a Mr. World, so he used to build the body for a long time, maybe 6 months or years, and after that he comes to the stage. So if you ask them the reason, they have just kept themselves in a proper, they took their diet proper, everything they have kept their life proper. So then only they come out as a finished product. Same way in our life, that to sustain in our life the prophetical word, be keep yourself safe and sound. നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളെ നിങ്ങൾ ഗർഭം ധരിച്ച് അതിനെ പുറത്തു കൊണ്ടുവരുവാൻ നോക്കുക. അല്ലാതെ മറ്റുള്ള പ്രവചനത്തിന് വേണ്ടി കേട്ടതിനെ ഉപേക്ഷിച്ചിട്ട് അടുത്തതിന് വേണ്ടി നിങ്ങൾ പുറപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നിലും നിലനിൽക്കുവാൻ, എല്ലാം നിങ്ങൾ പ്രാപിക്കുന്നതെല്ലാം നിങ്ങളിൽ മിസ്കാരേജ് ആയി പോകുവാൻ ഇടവരും. So if the prophetic word which you heard in your life, that just carry it. And if you go for another prophecy and if you go for another prophecy, it will be a miscarriage in your life. Hallelujah. Hallelujah. ജനം പ്രവചനങ്ങൾ കേൾക്കുന്നവരാ, ദൈവത്തിന് പദ്ധതിയുള്ളവരാ. പക്ഷേ അതിനെ അവർ വഴിക്ക് വെച്ച് ഉപേക്ഷിക്കുകയാണ്. അവർക്ക് അതിലോട്ട് എത്തിപ്പെടുവാൻ അവർ സ്ട്രഗ്ലിങ്ങിലോട്ട് പോകുമ്പോൾ, ആ ഒരു പ്രവചനത്തിന്റെ ആ മേഖലകളിൽ ദൈവം അവരെ മോൾഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന തിക്തമായ അനുഭവങ്ങൾ കൊണ്ട് പലരും പ്രവചനത്തെ വഴിയിൽ ഉപേക്ഷിച്ച് മിസ്കാരേജ് ലെവലിലോട്ട് പോകുകയാണ്. People, when they get the prophetical word in their life, after when they get problem, they get the situations is very terrible, very bad, then they just could not go up with their prophetical one. They just go after miscarriage and disturbed, and they don't want to stay in their life. പൗലോസ് പറയാ, ഓടുന്നവർ അനേകരുണ്ട്, ബിരുദ പ്രാപിക്കുന്നവർ ചിലരേ ഉള്ളൂ. You got me what I am saying? Paul says that who are running in the race, they go, many people run, but who gets the reward? Only few gets a reward. ആത്മീയ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ വാഗ്ദത്തമോൻ ചുമന്ന് ഓടുന്ന അനേക ഓട്ടക്കാരെ കാണുവാൻ കഴിയുന്നു. പക്ഷെ അതിൽ ചിലര് മാത്രമേ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. Why? That's a question I'm asking you. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. I'm asking a question to you that they are running, many people are running, but only few are getting the prize, the reward. Why? The reason why?
ഞാൻ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന സമയത്ത്, ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അനേകം പ്രവാചകന്മാർ എന്റെ കൂടെ, എന്റെ ഒപ്പം ഓടിയവരുണ്ടായിരുന്നു, എന്നെക്കാളും മുമ്പേ ഓടിയവരുണ്ടായിരുന്നു. ഇന്ന് അവരൊന്നും ശുശ്രൂഷയിലില്ല. So when I was in the journey of the gospel, and I had a prophet so before and after, but we all ran in the prophetical, but now I could not see them, but by the grace God has sustained me. പലരുടെയും അനുഭവങ്ങൾ കാണുമ്പോൾ പലരും തകർന്ന് എന്നോട് വിളിച്ച് ബ്രദർ പ്ലീസ് ഹെൽപ് മീ, പ്ലീസ് പ്രേ ഫോർ മീ. ഞാൻ ഒരു കാലത്ത് അവരുടെ ഒക്കെ പോയി പ്രാർത്ഥിക്കാൻ നിന്നിട്ടുള്ളതാ. അവര് വർഷങ്ങൾ കഴിഞ്ഞപ്പോ അവരൊന്നുമില്ലാതെ പൊടിഞ്ഞു പോയിട്ട് അവരെന്നെ വിളിക്കും, ബ്രദർ പ്ലീസ് പ്രേ ഫോർ മീ. ഈ വളരെ വിഷമം തോന്നിയിട്ടുണ്ട് ഈ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞു. When they were a prophet, I used to go and pray for them. Prophet, pray for me. I want a counsel. But after that, when God took me into a next realm of life in the prophetical, but now they're asking to me, prophet, just can you pray for me? But they have broken, gone away. They're nothing now. അവരൊന്നും അല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം അവർ പ്രാപിച്ച വലിയ വാഗ്ദത്തത്തെ അവർ വഴിയിൽ വെച്ച് മിസ്കാരേജിലേക്ക് പോകുവാനിടവന്നു. And their prophetical promise are missed and miscarriage in the half of their way and half of the life. ലോകത്തിലെ മുഴുവൻ വ്യക്തികളെ എടുത്താൽ, വിശ്വാസികളെ എടുത്താൽ, വാഗ്ദത്തമില്ലാത്ത ഒരു വ്യക്തി പോലും കാണത്തില്ല. If we take the people, the believers, they have if they ask, they don't have a right promise of God in their life. പക്ഷേ ബിരുദം പ്രാപിക്കുന്നതാണ് ഏറ്റവും. വാഗ്ദത്തം കേൾക്കുന്നതല്ല, പ്രവചനം കേൾക്കുന്നതല്ല, അത് ബിരുദം പ്രാപിക്കുന്നതാണ് ഇമ്പോർട്ടന്റ്. It's not that you receive the prophetical word and promise word, but you should get that reward according to your prophecy and promise. നീ കേട്ട വാഗ്ദത്തത്തെ നീ ആത്മാവിൽ സ്വീകരിക്കുകയും അതിനെ വർഷങ്ങൾ, ദൈവം ഇട്ടിരിക്കുന്ന വർഷങ്ങൾ, ദൈവം എന്താണ് എത്ര കാലം അതിനെ അതുപോലെ മോൾഡ് ചെയ്ത് പുറത്തിറക്കുന്നു, അതുവരെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിക്കണം. So the prophetical word that you receive from God, just stay for years after years and wait for it until it fulfill in your life. ഈ മെസ്സേജ് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. You have to listen properly this message, otherwise you will be go away from this track. ദൈവം നിങ്ങളെ പ്രവാചകനായി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ ദൈവത്തിന്റെ പദ്ധതിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം വിശ്വസ്തനാണ്. എല്ലാ സമയവും ദൈവം നിങ്ങളെ പണിയുവാൻ വർക്ക്ഷോപ്പിന്റെ അകത്ത് കാത്തിരിക്കുക. പക്ഷെ നീ ആ ദൈവത്തിന്റെ വർക്ക്ഷോപ്പിന്റെ അകത്ത് നിന്നെ തന്നെ നീ സമർപ്പിക്കണം. വേദനയിലും ഒറ്റപ്പെടലിലും കഷ്ടതയിലും എല്ലാം നീ അവിടെ ജോസഫ് ഇരുന്നത് പോലെ, ജോസഫ് കാലാഗ്രഹത്തിൽ മിണ്ടാതെ ഇരുന്നത് പോലെ ആ ദൈവത്തിന്റെ കയ്യിൽ നീ മിണ്ടാതിരിക്കണം. That the prophetical word which has come in your life, as according to Joseph, how he was in the room and he was just waiting for that in an area which is covered and made a fencing of his life. Same, you have to wait for the prophetical word to fulfill in your life. Hallelujah. നിന്നെ വളരെ സുന്ദരമായ ശില്പമാക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത്രയും വലിയ പെയിനിലൂടെ പോകണം. If God is going to make a good structure of a statue of your life, beautiful statue, then you have to undergo that much of pain in your life. കാര്യം ദൈവം നിന്നെ പണിത് പുറത്തിറക്കുമ്പോൾ ലോകത്തെ ഒരു വ്യക്തിക്കും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും നല്ല ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട്, നല്ല പോളിഷ് ചെയ്ത്, അത്ര ക്ലിയർ ആയിട്ട് കൊത്തി മിനുക്കിയ ദൈവം നിന്നെ പുറത്തിറക്കത്തുള്ളൂ. So if God wants you, make you a good, perfect statue and beautiful statue, no one can command you, no one can make any negatives upon your life, because that much pain, and God will carve your life in a perfect. രാത്രിയിൽ
പ്രവചനങ്ങൾ നല്ലതാണ്, ഞങ്ങൾ പ്രവചിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ നിങ്ങൾ കേൾക്കുന്ന പ്രവചനങ്ങളെ നിങ്ങൾ ഗർഭം ധരിക്കുകയും നിങ്ങൾ അതിനെ പ്രസവിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെയോ ആരുടെയുമല്ല, നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നിങ്ങൾ കേട്ട വാഗ്ദത്തത്തെ സ്വീകരിക്കുകയും അതിനെ ഗർഭം ധരിക്കുകയും അത് പുറത്തു വരുന്നത് വരെ കൈക്കീഴിൽ താന്നിരിക്കണം. നിങ്ങളെ പണിയുന്നവനായ നിങ്ങളുടെ ദൈവത്തിന്റെ കൈക്കീഴിൽ വേദനയിലും നിന്ദയിലും ഒറ്റപ്പെടലും നിരാശയിലും നിങ്ങൾ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ നിങ്ങൾ പുറത്തു വരും. So it's good to hear the prophecy. It's that we are called as a prophet to prophesy only, but it is not our duty to fulfill it. It is your duty to keep guard the prophetical word, keep it in a safe and sound, and just be in a prayerful life. Then just be conceived, and until the delivery that you have to keep guarded. ദൈവം നിന്നെ പറ്റി ഒരു ശബ്ദം പറയുകയാണ്, ഞാൻ നിന്നെ ഇങ്ങനെ ആക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം, അവൻ ഒരു എഞ്ചിനീയറുടെ ഹൃദയത്തിന്റെ അകത്ത് എഞ്ചിനീയർ കാണുന്ന ഒരു ആഗ്രഹമുണ്ട്. ഈ രീതിയിൽ ഈ വീട് പണിയണം, ഇങ്ങനെ ആയിരിക്കണം. കാര്യം ഒരു വീട് പണിയുന്നതിന് മുമ്പ് വീടിന്റെ പ്ലാനുകൾ ചെയ്യുന്ന എഞ്ചിനീയറുടെ മുമ്പിൽ ആ വീട് പണിത് എങ്ങനെയാണെന്നൊരു ദീർഘവീക്ഷണം ഉണ്ടാകും. അത് അദ്ദേഹം ആദ്യം ഒരു സ്ട്രക്ചർ പോലെ വരയ്ക്കും. പക്ഷെ അത് നിന്നെ അറിയിക്കും. പക്ഷെ അത് ഫുൾഫിൽ ആകണമെങ്കിൽ നീ ആ ദൈവം എന്ന എഞ്ചിനീയറിന്റെ കൈക്കീഴിൽ നിൽക്കാതിരിക്കും. Same way, for an example, I want to say to you that if you are seeing a vision and a prophetical word, as an engineer, if he builds a house, first of all, he make an architect about the plan, and he just makes into the 3 dimension, finish it up, and see, visualize. First, he visualize. Same way that you have to give your life into the hand of God, so he will visualize how you will be. Same way, according to that, God will fulfill it and carve it and finish it in the finishing product. Hallelujah, hallelujah. Jibi, no, Jibi. I saw your message. No, Jibi, don't do that. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ പണി തീരാത്ത വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Did you see the many houses are unfinished? എത്ര വലിയ കൊട്ടാരമാണെങ്കിലും, എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണം മുടക്കി ഉണ്ടാക്കുന്ന വീടാണെങ്കിലും പണി തീരാത്ത വീട്ടിൽ ചെന്ന നിങ്ങൾക്ക് അത് ആസ്വദിക്കുവാൻ കഴിയില്ല. But if you go to an unfinished house and see that, you won't be satisfied. You will have a discomfort in your life. എത്ര വലിയ കോടിക്കണക്കിന് 1000 കോടിയുടെ വീടാണെ പോലും ആ വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഫർണിഷ് അല്ലെങ്കിൽ ഫുൾ അത് പണിത് തീരുന്നതിന് മുമ്പ്, പെയിന്റ് അടിക്കുന്നതിന് മുമ്പ്, ഫുൾ പണിത് തീരുന്നതിന് മുമ്പ്, അതൊരു പകുതി പണിതിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങൾ പറയും, നിങ്ങൾക്ക് അവിടെ ഒന്നും ആസ്വദിക്കുവാൻ കഴിയില്ല. പക്ഷെ അത് പണിത് പൂർത്തിയാക്കി അവസാനത്തെ പരിപാടിയെ പെയിന്റ് അടിച്ച് പുറത്തു കൊണ്ടുവരും. അപ്പോഴേ ആ വീടിന്റെ ഭംഗി നിങ്ങൾ തിരിച്ചറിയും. ഇതുപോലെയാ നിങ്ങളെ പണിത്, ഒരിക്കലും ദൈവം നിങ്ങളെ പണിതുകൊണ്ടിരിക്കുമ്പോ നിങ്ങളെ പകുതി പണിതിട്ട് ദൈവം പുറത്തിറക്കത്തില്ല. ദൈവം നിങ്ങളെ പുറത്തിറക്കുമെങ്കിൽ ലോകക്കാർ വാവ് എന്ന് പറയുന്ന രീതിയിൽ ദൈവം നിങ്ങളെ പുറത്തിറക്കും. നിങ്ങൾ അതിനു വേണ്ടി അവന്റെ കയ്യിൽ എത്ര വർഷക്കാലമാണെങ്കിലും അവന്റെ കയ്യിൽ നിങ്ങൾ ഇരിക്കേണ്ടത് ആവശ്യമാണ്. So if you see an engineer who just produce a lot of money and crores of money, lakhs of money for a building, if it's not finished properly until he finishes, otherwise you see that building, you will never say wow, because the building is not finished in a proper way. But when the building is finished and painted, and that you look on it, that was perfect to see, and you will say, and you will amaze on that house. Same way, the Lord will finish you
start with unfinished product, but he'll finish you with a building of fully finished, furnished, and fully naked. ഒരു എഞ്ചിനീയർ വീട് പണിയുമ്പോ ആ എഞ്ചിനീയറിന് അറിയാം എത്ര കാലം കൊണ്ട് ഈ താൻ ആഗ്രഹിച്ച ഈ പ്ലാൻ തനിക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയും. So engineer knows that his desire to fulfill how much years it would have taken. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ പ്രവചനം കേൾക്കുന്നത് നല്ലതാ, പ്രവാചകന്മാർ പ്രവചിക്കുന്നത് നല്ലതാ. പക്ഷെ നിങ്ങൾ കേട്ട പ്രവചനത്തെ നിങ്ങൾ ഗർഭം ധരിച്ച് അത് എത്ര കാലത്തിന് ശേഷമാണ് പുറത്തു വരുന്നത് വരെ നിങ്ങൾ സഹിച്ച് അതിന് വരുന്ന സകല വേദനകളും അതിന് വരുന്ന സകല കാര്യ ഒറ്റപ്പെടലുകളും എല്ലാം നിങ്ങൾ സഹിച്ച് അതിനു വേണ്ടി നിങ്ങൾ വില കൊടുത്തിരിക്കുമെങ്കിൽ അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന സമയം നിന്റെ മുമ്പിലുണ്ട്. If you hearing a prophecy is good, but how you are going to receive it, how you are going to guard it, how you are going to take it in your life, how you are going to make it deliver that until you wait for the Lord for the years after years to fulfill that prophecy, then God will give you a good level of your life. ഹല്ലേലൂയ. രാത്രി പ്രവചനങ്ങൾ ഉള്ളവർ നിങ്ങളെ തന്നെ നിങ്ങളുടെ അരയെ അവൻ കച്ച മുറുക്കി നിങ്ങളുടെ അരയെ മുറുക്കി നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ റെഡിയാണെങ്കിൽ ദൈവം പറഞ്ഞ പ്ലാൻ, ദൈവം പറഞ്ഞ പദ്ധതിയിൽ നീ ഷൈനിങ് ആയി പുറത്തു വരാൻ. So if you have a prophecy by the Lord's hand, surely I'm saying that God will do according to his plan and he will fulfill the plan in your life until you wait for that. ദാവീദിനെ ദൈവം പണിതത് ഏകാന്തമായ കാടിന്റെ ഉള്ളിലിട്ടാണ് ദൈവം ദീർഘ വർഷങ്ങൾ പണിതത്. So God has prepared your life and he has planned and he has made it everything through plan on. Hallelujah. Praise the Lord. മോശയെ 40 വർഷക്കാലം ദൈവം പണിതുകൊണ്ടിരുന്നു. God trained and carved Moses for 40 years. Hallelujah. ഗോലിയാത്ത് നോക്കിയപ്പോ ബാലനായ ഒരു കൊച്ചു പയ്യനായിട്ടാ ദാവീദിനെ കണ്ടത്. പക്ഷെ ദാവീദിനറിയാം വർഷങ്ങൾ ഒറ്റപ്പെടലിൽ ആരുമില്ലാത്ത ഏകാന്തതയിൽ ഒറ്റക്കിട്ട് ദാവീദിനെ ദൈവം പണിയുണ്ടായി ഗോലിയാത്തിനെ മറിച്ചിടത്തക്ക രീതി. David to hit the Goliath, God trained him with the loneliness, with in the wilderness. He was running here and there. God trained him perfect to hit the Goliath. Hallelujah. എല്ലാവർക്കും പ്രവാചകൻ പ്രോഫറ്റ് നോയൽ ലിവിങ്സ്റ്റനെ പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. ഗുഡ്. ദൈവം നിങ്ങൾ അതിനേക്കാൾ അപ്പുറമാക്കും. പക്ഷെ നിങ്ങൾ അവന്റെ കൈക്കീഴിൽ താന്നിരിക്കണം. അവൻ പണിത് പുറത്തിറക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. Somebody want to be like a prophet Noel, but you have to be give your life into the hand of God and he will carve your life. എന്നെ കാണുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിലപ്പോ കുറച്ച് മാസങ്ങളെ കർത്താവിന്റെ ദാസനായ പ്രോഫറ്റ് നോയലിനെ നിങ്ങൾ അറിയുന്നുള്ളൂ. ഈ പ്രോഫറ്റ് നോയലിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെല്ലാം നിങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ അറിയാത്ത 10 വർഷങ്ങൾ എന്റെ ജീവിതത്തിൽ ആരും അറിയാത്തവനായി ഒറ്റയ്ക്കൊരു മുറിയുടെ അകത്തിരുന്ന വ്യക്തിയാണ്. ആ വർക്ക്ഷോപ്പിൽ നിന്ന് ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. So you saw Prophet Noel for knowing for last 6 months something. Before the 10 years, I was in the house, in the room. I was hidden there, and God was molding me in this platform. ഞാൻ കർത്താവിന്റെ കയ്യിൽ ആകുന്ന സമയത്ത് ദൈവം എന്നെ പണിയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വ്യക്തിയോട് എനിക്ക് ഒരു 5 മിനിറ്റ് സംസാരിക്കുവാൻ, അല്ലെങ്കിൽ ഒരു വേദിയിൽ ഒരു 10 പേര് കൂടുന്ന, അല്ലെങ്കിൽ ഒരു 3-4 പേര് കൂടുന്ന ഒരു വേദിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സെക്കൻഡ് പോലും സംസാരിക്കുവാൻ കഴിവില്ലാത്ത ഒരു മണ്ടനായ വ്യക്തിയെ ദൈവം 10 വർഷക്കാലം അവന്റെ വർക്ക്ഷോപ്പിന്റെ അകത്തിട്ട് അവൻ പണിത് ആക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുവാൻ കഴിവുള്ള
ദൈവത്തിന്റെ കൃപയുള്ള ഒരു ദാസനാക്കി എന്നെ മാറ്റി. Amen. Praise the Lord. That God made me around 10 years. He put in his workshop and he molded me and molded and molded me. Wherever I go and ask for to preach for 3 people or 10 people or 15 people, I used to ask a chance for that. Nobody has given. But God made me, mold me in the workshop, and he brought me to stand before to many people to preach the word of God. Hallelujah. That's much training I'm passing my life. ആ വിധമായ ട്രെയിനിങ് ദൈവം എനിക്ക് തന്നത്. ദൈവം എന്നെ പ്രവാചകനാക്കി പണിത് പുറത്തിറക്കി ദൈവം ലോകത്തിന് കൊടുക്കുവാനിടവന്നു. So God made me a prophet and he trained me as a prophet to give me my life into the world. ഞാൻ 2010 തകർന്നവനായി 2010 ഞാൻ യേശുവിനെ അറിയുന്നത്. In 2010 I received a known Christ in my life. ഞാൻ തകർന്നവനായി ആരുമില്ലാത്തവനായി ഒറ്റപ്പെട്ടവനായിരുന്നപ്പോൾ ദൈവം അവന്റെ കരത്താൽ എന്നെ പിടിക്കുകയുണ്ടായി. So when I was loneliness, God just hold my hand. എന്റെ ഏകാന്തതയിൽ ദൈവം എന്നെ പണിയാൻ തുടങ്ങി. So in my loneliness, God started to build my life. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുവാനിടവന്നു. I surrender my life before God. വർഷങ്ങൾ ദൈവത്തിന്റെ കരത്തിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, God, I know you have a big plan, big prophecy. And ഞാൻ പറഞ്ഞു, കർത്താവേ, you have a big as a big prophet in my life. I know that, Lord. I give myself into my need. കുടുംബത്തിന്റെ അകത്ത് പോലും സ്നേഹിക്കേണ്ടവർ, ആമേൻ, ചേർത്ത് നിർത്തേണ്ടവർ ഉപേക്ഷിച്ച അവസ്ഥയിലും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിലമ്പാടെ വീണ് കരയുവാനിടവന്നു. So the relation have never made me to comfort my life, but I was loneliness. I was crying God. എനിക്ക് മനസ്സിലായി, ലോകവുമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്തെങ്കിലേ ദൈവത്തിന് എന്നെ പണിയുവാൻ കഴിയൂ. So I understood that I should cut the connection with the worldly people. Then only I can be connected with God. ഞാൻ അവന്റെ വർക്ക്ഷോപ്പിന്റെ അകത്ത് ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയാകുന്ന അവന്റെ വർക്ക്ഷോപ്പിന്റെ അകത്ത് എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചു. So I went into the workshop of God and submitted my life. Then God molded me. എന്താണ് ദൈവത്തിന്റെ വർക്ക്ഷോപ്പ്? നിന്റെ പ്രാർത്ഥനാ മുറി, അടച്ചിട്ടിരിക്കുന്ന നിന്റെ പ്രാർത്ഥനാ മുറിയാണ്. ആരും അറിയാത്ത നിന്റെ പ്രാർത്ഥനാ മുറിയാണ് ദൈവത്തിന്റെ വർക്ക്ഷോപ്പ്. What is your workshop room? What is the workshop room of God? The prayer room is your workshop room. That you close and pray before God and cry before God. വർക്ക്ഷോപ്പിന്റെ അകത്ത് നല്ല ശബ്ദമൊന്നും കേൾക്കത്തില്ല. നിങ്ങളൊരു കാർ നന്നാക്കുന്ന വർക്ക്ഷോപ്പിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് ജിബി ബ്രദർ വായിക്കുന്ന പോലെ കീബോർഡിന്റെ ട്യൂൺസ് ഒന്നും കേൾക്കത്തില്ല, ആരാധന കേൾക്കത്തില്ല. കൊട്ടുന്നതും തല്ലുന്നതും മുറിക്കുന്നതും ഒക്കെ സൗണ്ടേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. When you go into the workshop, as Jimmy brother is playing, you won't hear that voice, but you hear the voice of hitting, and you hear the voice of cutting, you hear the voice of painting. Some other voices will be coming towards you. നിങ്ങളൊരു വർക്ക്ഷോപ്പിന്റെ അകത്ത് 10 മിനിറ്റ് പോയി നിന്നാൽ നിങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പോകും. കാര്യം നിങ്ങൾക്ക് അവിടുത്തെ ആ ശബ്ദങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ശബ്ദങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ നിന്ന് കേൾക്കുവാൻ കഴിയില്ല. So when you go into the workshop, you never hear the voices which is happening in that place. Will come out. നിങ്ങൾ വർക്ക്ഷോപ്പിന്റെ അകത്ത് പോയി അവിടെ ജിംഗിൾ ബെൽസ് പാട്ടൊന്നും കേൾക്കത്തില്ല. അവിടെ കൊട്ടുന്നതും പൊളിക്കുന്നതും പണിയുന്നതും മുറിക്കുന്നതും അങ്ങനത്തെ ഭയങ്കര സൗണ്ടുകളാണ് നിങ്ങൾക്ക് വർക്ക്ഷോപ്പിന്റെ അകത്ത് നിന്ന് കേൾക്കാൻ കഴിയുന്നത്. In the workshop you will never hear the jingle bell songs and all. In the workshop you will be hearing only cutting, hitting and molding
and just chiseling. Everything happens only there. ഹല്ലേലൂയ. ചില മെക്കാനിക്സ് ഒക്കെ ആ വണ്ടിയുടെ ചില അവയവങ്ങളൊക്കെ അല്ലെങ്കിൽ അതൊക്കെ മുറിച്ചെടുക്കുന്നു, കത്തിക്കുന്നു, വെൽഡ് ചെയ്യുന്നു, മൊത്തം ഭയങ്കര തീ കൊണ്ട് കത്തിക്കുന്നു, വെൽഡ് ചെയ്യുന്നു, മുറിക്കുന്നു, മാറ്റുന്നു, അടുത്തത് പിടിപ്പിക്കുന്നു. ഭയങ്കര കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. You can see in the workshop they used to cut that pieces, and they just mold it and they weld it, and they just hit it and make up it and carve it. Everything which is happening inside the workshop. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് എന്റെ പ്രാർത്ഥനാ മുറിയാകുന്ന ദൈവത്തിന്റെ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് വന്ന അവിടെ കരച്ചിലും നിലവിളിയും ഒറ്റപ്പെടലിന്റെ ഏകാന്തതയും കണ്ണുനീരൊഴുകുന്നതും മാത്രമേ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. You would have come in my prayer room in 10 years, you would have just heard my cry and a loneliness, fearful. Many things was happening, that only you would have seen in my life. I told you before, my prayer room, my worship of God, you cannot hear the good voice. The worship ദൈവത്തിന്റെ prayer room ആണ് എൻ്റെ room. ദൈവത്തിന്റെ വർക്ക്ഷോപ്പ് എൻ്റെ prayer room ആണ്. ദൈവത്തിന്റെ God's workshop is my prayer room. അവിടെ നല്ല ശബ്ദങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയത്തില്ല കഴിഞ്ഞ കാലങ്ങളിൽ. കാര്യം അവിടെ എന്നെ മുറിക്കുന്ന സൗണ്ടും എന്നെ കട്ട് ചെയ്യുന്ന സൗണ്ടും എന്നെ മോഡിഫൈ ചെയ്യുന്ന സൗണ്ടും എന്നെ മോൾഡ് ചെയ്യുന്ന സൗണ്ടുമേ നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ, ഞാൻ കരയുന്ന സൗണ്ടും. You would have come into my prayer room last 10 years, you would have heard only God is cutting me, God is chiseling me, God is welding me, my cry, my agony, my pain, you would have heard in that workshop room. Hallelujah. നിങ്ങളിപ്പോ എന്നെ കാണുമ്പോൾ പറയും, ഓ വളരെ നല്ലൊരു പ്രോഫറ്റ്, അദ്ദേഹത്തിന്റെ പ്രവചനം എത്ര പവർഫുള്ളാ, അദ്ദേഹം എത്ര സ്വീറ്റ് ആയിട്ടാ പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ല എന്നെ പണിത വർക്ക്ഷോപ്പിന്റെ അവസ്ഥ. So you may be thinking prophet is speaking a correct prophecy, speaking very powerfully, accurate. You know that 10 years of God was preparing me, molding me. That's the reason that I'm standing before you. I'm telling you, no pain, no gain. ഞാൻ പറയുന്നെങ്കിൽ വേദന ഇല്ലെങ്കിൽ നമുക്ക് അതിലെ ഗെയിൻ ഇല്ല. Without pain, without gain. നമ്മുടെ ജീവിതത്തിൽ പെയിൻ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോഫിറ്റ് ഒരു ഗെയിൻ ഇല്ല നമ്മുടെ ജീവിതത്തിൽ. I'm telling you, there is a broken, there is a alone, there is your workshop. God is your mechanic. I'm telling you. എവിടെയാ തനിമയോ, എവിടെയാ നമ്മൾ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നോ, അവിടെയാണ് ദൈവത്തിന്റെ വർക്ക്ഷോപ്പാ, പ്രാർത്ഥന മുറി. രാത്രി പ്രവചനങ്ങൾ നല്ലതാ, പ്രവചനങ്ങൾ കേൾക്കുന്ന നല്ലതാ. പ്രവചിക്കുന്ന പ്രവാചകന് പ്രവചിച്ചാ മതി. പ്രവചനം കേൾക്കുന്ന നീയാണ് മോഡിഫൈ ചെയ്യാൻ വിധിക്കപ്പെട്ടത്. You are hearing a prophecy is good, but prophet will not fulfill it, but the prophecy should fulfill through you only when you keep guard your prophetical word in your life. എന്റെ ദൗത്യം നിങ്ങളോട് പ്രവചിക്കുക, ദൈവത്തിന്റെ ആലോചന അറിയിക്കുക, ദൈവത്തിന്റെ ശബ്ദത്തെ നിങ്ങളുടെ മേൽ തരിക. ഇതിനെ നിങ്ങൾ പ്രാപിക്കുക, ഗർഭം ധരിക്കുക, പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്, ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വമല്ല. That's only you. God has kept me to prophesy on your life, to give a comfort, to give a prophetical word on your life. It is not my duty to keep your prophecy. I'm telling it is you, your duty to receive it, conceive it, and deliver it. It is your duty to do that. I will prophesy about you, but I don't have. ഞാൻ അതിന്റെ അകത്ത് ഒരു ക്ലെയിമും ചെയ്യത്തില്ല. That's a prophecy. Wanted to fulfill, you wanted to submit. Without you submit, that's a prophecy. It's never happened. I'm telling you. Prophecy നിങ്ങളുടെ മേൽ ഞാൻ പറയുന്ന prophecy നിങ്ങൾക്ക് സബ്മിഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നിറവേറില്ല. കാരണം നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ ആലോചന അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിങ്ങളിൽ
നിവർത്തിയാകണമെങ്കിൽ നിങ്ങൾ അവന്റെ കൈക്കീഴിൽ താന്നിരിക്കണം. അവൻ നിങ്ങളെ പണിത് പൂർത്തിയാക്കി അവൻ നിങ്ങളെ അവന്റെ കരത്തിലെടുത്ത് ഉയർത്തുന്നത് വരെ മിണ്ടാതെ ആമേൻ മാത്രം പറഞ്ഞ് ആമേൻ മാത്രം പറഞ്ഞ് അവന്റെ കൈക്കീഴിൽ താന്നിരിക്കണം. If you want to become a God's prophet and God's working outstanding person, that you have to humble yourself, the prophetical word which you have received in your life, and you have to humble until say to God yes and amen for everything, and be silent in every situation, then he will fulfill all your prophetical word. ഞാൻ പല വ്യക്തികളെയും കാണുമ്പോൾ അവരെന്നോട് പറയാറുണ്ട്, ബ്രദർ, കർത്താവ് എന്നെ കുറിച്ച് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെയാക്കും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചനം കേട്ടതാ. Some used to say, prophet, I have year before I heard a prophecy that I'll become like that, I'll become like this and all. രാജ്യങ്ങൾ എനിക്ക് വേണ്ടി നെടുകെ തുറക്കും, പട്ടണങ്ങൾ എന്നെ കാത്തിരിക്കും, എയർപോർട്ടുകളിൽ ഞാൻ വലിയ ബിസിനസ് ഫ്ലൈറ്റിൽ വന്ന് ചാർട്ടർ ഫ്ലൈറ്റിൽ ഇറങ്ങുമെന്നൊക്കെ ദൈവം എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കേട്ടതാ. ഞാൻ ചോദിക്കുക, വേർ ഈസ് എ പ്രൊഫസി? എവിടെ നീ കേട്ട വാഗ്ദത്തം? Then people used to say like this, Pastor, I have just heard a prophecy that the nations will open doors for me, that cities will open doors for me, they will waiting for me, and I'll go in the business class flight, the chartered flight will be come in my life, and I'll be going in that. Where is your prophecy now? വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കേട്ടതാ. ഞാൻ ചോദിക്കുക, എവിടെ നീ കേട്ട പ്രവചനം? Where is your prophecy you heard about long years ago? എവിടെ വെച്ചോ നീ ആ പ്രവചനത്തെ ഗർഭം ധരിച്ചിട്ട് മിസ്കാരേജ് ആക്കി കളഞ്ഞിട്ടുണ്ട്? That you received the prophetical word and you conceived it, but somewhere in the journey you miscarried it. ദൈവത്തിന്റെ ആഗ്രഹം ദൈവം തന്റെ ദാസനിലൂടെ നിന്നോട് അറിയിക്കുകയാണ്. ദൈവത്തിന്റെ ആഗ്രഹമാണ് നിന്നെ അനുഗ്രഹിക്കണം, നിന്നെ വർദ്ധിപ്പിക്കണം, നിന്നെ രാജകീയമായ രീതിയിൽ നടത്തണം. ദൈവത്തിന്റെ പദ്ധതിയാ. പക്ഷേ അതിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. നിന്നെ ദൈവം ഷാർപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവന്റെ കൈക്കീഴിൽ ഇരിക്കണം, അവൻ നിന്നെ ഷാർപ്പാക്കാൻ. So you may be thinking that why the Lord has not made me according to the prophetical word, because you have to be in his hand of God to become a sharpening, and he will sharp your life. This is a sharpening, is a painful process, I'm telling you. When ദൈവം നമ്മളെ ഷാർപ്പാക്കാൻ നേരത്ത് ആ സമയമൊക്കെ നമുക്ക് അതൊരു പെയിൻഫുൾ ജീവിതമായിരിക്കും. നമ്മുടെ ജീവിതം മുറിക്കുന്നത്, കട്ട് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്, ഇതെല്ലാം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നീ ഇതിനു വേണ്ടി സറണ്ടർ ആയെങ്കിൽ മാത്രമേ ലോകക്കാർ അത്ഭുതമെന്ന് പറയുന്ന ഫിനിഷ്ഡ് ഗുഡ്സായി ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുള്ളൂ. Praise the Lord. When you will be cutting and you will be just chiseling and you will be molding, and these things will be going on, when you surrender before God, God will make you a finished product in your life. ജനം പ്രവചനം കേട്ട് അഹങ്കരിച്ചിരിക്കുക, ഇപ്പൊ സംഭവിക്കുമെന്ന് പറഞ്ഞു. People are here the Hallelujah. What happened, Pastor Rajan? Thank you, Lord. Pastor Rajan is here. Hallelujah. Brother GB, Pastor Rajan is here. Okay, fine. Hallelujah. Pastor Rajan, are you there? Yeah.
നിങ്ങളൊരു ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളത് ഇപ്പോൾ സംഭവിക്കുമെന്നും പറഞ്ഞ് നിങ്ങൾ അഹങ്കാരത്തോടെ കാത്തിരിക്കുക. എന്നെ ദൈവം ഉയർത്തും, ഞാൻ വലുതാകും, ഞാൻ എന്റെ ശത്രുവിന്റെ മുമ്പിൽ നടക്കും, എന്റെ അയൽവക്കാരുടെ മുമ്പിൽ ഞാൻ നടക്കും, അവന്റെ മുമ്പിൽ ദൈവം എന്നെ ഉയർത്തുമ്പോൾ ഞാൻ പറയണോ, കണ്ടോ എന്റെ ദൈവം എന്നെ ഉയർത്തി, നീ എവിടെയാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷേ ദൈവശബ്ദം കേൾക്കുമ്പോൾ നിന്നെ തന്നെ താഴ്ത്തി അവന്റെ കൈക്കീഴിൽ നീ ഇരിക്കുക. So when you receive a prophetical word and you just get pride enough and you'll just walk it towards your street at your neighbors and say, oh, I will be like that, I will be like this, and this will make your life into pride. So it is not good for your life, that you have to humble yourself before God, then only God will fulfill the things. മോശയുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരെ മിസ്രൈമിൽ വിടിവിക്കുക, ഈജിപ്തിൽ നിന്ന്, അല്ലെ അവിടെ മിസ്രൈമിൽ നിന്ന് വിടിവിക്കുക. God has kept Moses to bring the people from Egypt to deliver them. ദൈവം മോശയെ 40 വർഷക്കാലം പണിതുകൊണ്ടിരുന്നു. So 40 years God was preparing Moses in the loneliness of his life. 40 വർഷം തന്റെ അമ്മായിയപ്പന്റെ ആടുകളുമായി താൻ കറങ്ങി ഏകാന്തതയിൽ ഒറ്റപ്പെടലിൽ താനിരുന്നു. So that he was lonely, he was surrounding in that place, for God was making him. ദൈവത്തിന്റെ വർക്ക്ഷോപ്പിന്റെ അകത്ത് താൻ 40 വർഷം നീണ്ട വർഷക്കാലം താനിരുന്നു. Around 40 years he was with God to be ready of his life. ദൈവത്തിന് മനസ്സിലായി ഇവനെ പുറത്തിറക്കാൻ സമയമായെന്ന് അറിഞ്ഞപ്പോൾ ദൈവാത്മാവിനാൽ മോശയെ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് കൊണ്ടുചെന്നു. When the time was come and God prepared him and Lord brought him and near to the mountain of Horeb to fill with the Spirit of God. അവിടെ വെച്ച് മോശയെ പുറത്തെടുക്കുകയാണ്. നല്ല പണിത ഫിനിഷ്ഡ് ഗുഡായി പുറത്തെടുക്കുകയാണ്. And from there God made him to bring out as a finished product. Thank you Lord. Hallelujah. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായത്തിൽ അതിന്റെ 3-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. One second, can you say that? Can you repeat? I can read it in English also. Can you repeat? Habakkuk, the prophet book, the Habakkuk, saying the chapter number 2, verse number 3 say, for the vision for an appointment time, but at the end it shall speak and not late. Through it tarry, wait for it, because it will surely come. It not tarry. It will not tarry. Habakkuk chapter 2 verse 3, what he read is that God has made an appointment time for to fulfill his dreams. For the vision is yet for an appointment time, but at the end it shall speak and not lie. Through it tarry, wait for it, because it will surely come. It will not tarry. I can read in Malayalam. ദർശനത്തിന്, പ്രവചനത്തിന്, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ആഗ്രഹത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം, താമസിക്കുകയില്ല. So surely the Lord's vision will come into it and it will not tarry. Hallelujah. അതിനുവേണ്ടി നീ കാത്തിരിക്കണമെന്ന് വചനം പറയുക. അവന്റെ കൈയിൽ കാത്തിരിക്കും. The word of God says you have to wait and tarry for it.
വചനം പറയുക, അത് തെറ്റുകയില്ല, അത് സമയം തെറ്റുകയില്ല, അത് വൈകുകയില്ല. അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. It never speak lie, and you have to tarry and wait for it. Surely it will come. It will not delay. പക്ഷേ അതിൻ്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്. അതുകൊണ്ട് ആ വചനം പറയുന്നത് അപ്പോയിന്റ്മെന്റ് ടൈം, ഒരു അപ്പോയിന്റ്മെന്റ് ടൈം ഉണ്ട് ഇതിനു വേണ്ടി. That's why the word of God says the vision is kept for appointed time. അത് നീ എവിടെയാ കാത്തിരിക്കേണ്ടേ? നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. Where you should wait in your prayer room. ഞാൻ പറയുന്നു, ഒരു വാഹനം, അത് ദൈവത്തിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ ആ വാഹനം നിർമ്മിക്കാനുള്ള ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ എഞ്ചിനീയറുടെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം ആ വാഹനം വർഷങ്ങൾ ഒറ്റയ്ക്ക് ആ വർക്ക്ഷോപ്പിൽ കിടക്കുകയാ. അദ്ദേഹം അതിനു വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഫുൾ വർക്ക് ചെയ്ത് അതിനെ പെയിന്റ് ചെയ്ത് ആൾക്കാർ കാണുമ്പോൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കത്തക്ക രീതിയിൽ പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആയി പുറത്തിറക്കുന്നത് പോലെ അപ്പോയിന്റ്മെന്റ് ടൈമിന് വേണ്ടി നീ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കാത്തിരിക്കുക. അതാണ് നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ ആഗ്രഹം. So as an engineer, just he want to bring his vehicle, 4-wheeler, so he just keep into the workshop and he getting it ready for many years. When it finished and he brings out, same way you have to wait for the time of God, and God will prepare you, mold you, and as a finished product he'll bring you out. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ, നിരാശകൾ, മുറിവുകൾ, കട്ട് ചെയ്യുന്ന അവസ്ഥകൾ, മോൾഡ് ചെയ്യുന്ന അവസ്ഥകൾ എല്ലാം നിങ്ങളുടെ മഹത്വത്തിന് കാരണമാകുന്ന ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന്റെ കൈ കീഴിലിരിക്കുക. അതുകൊണ്ട് വചനം പറയുന്നവൻ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴിൽ താന്നിരിക്കുക. So God used to cut you, and you'll have a pain situation, you will have a trouble, you will have problems, you will have circumstance. These are all the things to mold your life and to bring you as a right vessel before God to the people. യേശു പറയുക, നിങ്ങളുടെ സകല ചിന്താകുലവും എന്റെ മേലിട്ടുകൊള്ളുവിൻ. God says that put all your burden upon me. ഞാൻ വഹിച്ചോളാം. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് എന്റെ ബലമുള്ള കൈ കീഴിൽ മകനെ മകളെ നീ. I will going to rise up that right time, the perfect time. Hallelujah. So we have to wait until in his hand and submit ourselves before God to fulfill and to lift you up and honor you in the due time. കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി ഇന്ന് രാത്രി നിന്നെ തന്നെ സമർപ്പിക്കുക. കേട്ടതിൽ തന്നെ ഇരിക്കുക. കൂടുതൽ അടുത്തതിലോട്ട് പോകാതെ, പ്രവാചകന്മാരുടെ പുറകെ നടന്ന് യാചിക്കാതെ, നീ കേട്ടതിനെ പ്രാപിച്ച് അതിൽ ഫ്രൂട്ട്ഫുൾ ആയി പുറത്തു വരുവാൻ നിന്നെ തന്നെ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നല്ല മെക്കാനിക്കായ, നല്ല കുശവനായ യേശുവിന്റെ കരത്തിൽ കൊടുത്ത് നീ അവന്റെ കൈക്കീഴിൽ താന്നിരിക്കുക. So as if you give your life into the hand of God, and the due time will come, he'll make you perfect and bring you out as a perfect person for the Lord. So you have to be in there under the hand of God. പണിയാതെ എങ്ങനെ പുറത്തിറക്കുവാൻ കഴിയും പ്രിയ സഹോദരൻ? Without making, how God can bring you out, my dear brother? അവന്റെ കൈക്കീഴിൽ അവൻ വെച്ചിരിക്കുന്ന ആ ടൈം വരെ അവന്റെ കൈക്കീഴിൽ വിശ്വസ്തയോടെ, വേദനയിലും ദുഃഖത്തിലും ഒറ്റപ്പെടലിലും നിരാശയിലും കട്ട് ചെയ്യുമ്പോഴും മുറിക്കുമ്പോഴെല്ലാം നീ കണ്ട ദർശനത്തെ കണ്ടുകൊണ്ട് നീ ഇരിക്കുമ്പോൾ നിന്റെ മെക്കാനിക്കായ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. So when God makes you in your room, he used to cut you, he used to make a pain you, he used to mold you,
the reason to bring you out. So without making a product with every creating, then only he can bring you out. So you have to humble yourself and surrender yourself before God. ദൈവം നിന്നെ ആ ദൈവത്തിന്റെ ഹൃദയത്തിൽ കണ്ട അതേ ആ ആഗ്രഹത്തിൽ ദൈവം നിന്നെ പണിത് നിന്നെ ആ രീതിയിലാക്കി നിന്നെ അവൻ ചായം പൂശി പുറത്തു കൊണ്ടുവന്ന് ദൈവം നിന്നെ ഒരു ഗിഫ്റ്റായി പുറത്തു കൊണ്ടുവരുമ്പോൾ ലോകം നിന്നെ കണ്ടിട്ട് പറയും മനോഹരം, അതിമനോഹരം. ബിക്കോസ് നീ ദൈവത്തിന്റെ കൈയിടകത്ത് അടങ്ങിയിരുന്നത് കൊണ്ട് ദൈവത്തിന് നിന്നെ നന്നായി പണിയുവാൻ കഴിയും. ലോകം നിന്നെ കണ്ടിട്ട് പറയും ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, പ്രൈസ് ടു ജീസസ്. So same, the Lord will make you and create you, mold you, and making every paint and bring it to perfection, and he bring to the world, and the people will see you and say, what a perfect person of God. Here, what a beautiful person of God, prophesying the things of the days to come. പ്രവാചകനായ ഹഗബൂക്ക് പറയാണ്, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ പറ്റി ദൈവത്തിനുള്ള ദർശനത്തിന് ഒരു അവധിയുണ്ട്, ഒരു സമയമുണ്ട്, ഒരു പെർഫെക്റ്റ് ടൈമുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ട് വരും. അത് വളരെ സ്ലോയിലായിരിക്കും വരുന്നത്, വളരെ കൃത്യമായിട്ടായിരിക്കും വരുന്നത്. അത് തെറ്റത്തില്ല, അത് മാറിപ്പോകത്തില്ല. അത് വൈകിയാലും അതിനായി നീ കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. ഇതാരോടാ പറയുന്നേ? ദൈവത്തിന്റെ കയ്യിൽ പണിപ്പുരയിൽ ഇരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയാ, ഡോണ്ട് വറി, ഡോണ്ട് വറി അബൌട്ട് യുവർ ലൈഫ്, ഡോണ്ട് വറി അബൌട്ട് യുവർ മാരേജ്, ഡോണ്ട് വറി അബൌട്ട് യുവർ തിങ്സ്, don't worry about your vision. My God is going to do something great and greater things in your life, because he have a big plan about you. ഹബക്കൂക്ക് 2:3 പറയുന്നത്, ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ സമയത്ത് കാത്തിരിക്കുമെങ്കിൽ ദൈവത്തിന്റെ സമയമാവാൻ നേരത്ത് നമ്മളെ പണിതെടുത്ത് നമ്മളെ നമ്മളെ ശരിയാക്കി നല്ല പെർഫെക്റ്റ് വെസലായിട്ട് നമ്മൾ ഈ ലോകത്തെ ദൈവം കൊണ്ടുവരും. ബട്ട് യു ഹാവ് ടു വെയിറ്റ് ഓൺ ദ ലോർഡ് until in his workshop, so he will mold you and bring you in a finished product. പ്രവചനങ്ങളെ കേൾക്കുന്നതിനേക്കാളും പ്രവചനങ്ങളെ പ്രാപിക്കുന്നതിനേക്കാളും കേട്ട പ്രവചനത്തിൽ വിശ്വസ്തനായി സബ്മിറ്റ് ചെയ്ത് അടങ്ങി ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. After hearing the prophetical word and you submit and be humble before God, things will happen in your life. നിങ്ങൾ ഒരു പ്രവചനം കേട്ടു, അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകാതെ മറ്റുള്ളവരുടെ പ്രവാചകന്മാരുടെ പുറകെ ജനം നടക്കുകയാ. ജനം വളരെ ആഗ്രഹത്തോടെ പ്രവാചകന്മാരുടെ പുറകിൽ യാചനയോടെ നടക്കുകയാണ്. So many are going after prophet as a prophet as a prophet, and they just hearing many prophecy, but it's not fulfilled. So be careful about one prophecy, that be wait and sustain in it, and it will come to pass. പ്രവചനം കേൾക്കുവാൻ ഒരു സമയമുണ്ട്, ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ഒരു സമയമുണ്ട്, പുറത്തു വരുവാനും ഒരു സമയമുണ്ട്. There is a time to hear a prophecy, there is a time to move in that prophecy, the time to deliver of a prophecy. ഹല്ലേലൂയ. ഒരു ഒന്നുമല്ലാത്തതായി ദൈവത്തിന്റെ കയ്യിൽ നീ ആമേൻ കയറിയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിന്റെ അകത്ത് ആമേൻ ഒരു പ്രോഡക്റ്റ് ആകത്തക്ക രീതിയിൽ റോ മെറ്റീരിയലായി നീ കയറിയിരിക്കുന്ന നീ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു വലിയ പ്രോഡക്റ്റ് ആയി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. So you may be given your life as a raw material, but God will make you as a good product for the outcoming. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ദൈവത്തിന്റെ കരത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിച്ച് അവന്റെ വിളിയിലേക്ക് നിങ്ങൾ ആമേൻ ആയി അവന്റെ ഹിതത്തിന് നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. So today I'm going to pray for you. Submit your life
surrender before God, then God will does his work on your life and fulfill your life. രാത്രി എത്ര പേർ പറയും, Lord, I'm ready to sitting. How long? No, doesn't matter. I'm sitting under your hand. When the right time, that's the time only I want it coming out. Your will of God. ദൈവമേ, ദൈവത്തിന്റെ സമയത്ത് വരെ ഞാൻ ആ സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും കർത്താവേ. ആ സമയത്തിന് ഞാൻ കാത്തിരിക്കും. എത്ര പേർ പറയോ I'm not hurry God. I'm not hurry God. ഞാൻ തിരക്കെടുത്തില്ല എന്ന് നീ എന്നെ പുറത്തിറക്കും. ഞാൻ കേട്ട വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസ്തയോടെ ഇന്നു മുതൽ നിന്റെ വർഷോപ്പായ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുകയാ. So Lord, I will never hurry in my life until I will sit in my prayer, in your prayer room. I will wait for you until my ഒരു God പ്രവാചകനല്ല നിന്നെ പുറത്തു കൊണ്ടുവരുന്നത്, നിന്റെ പ്രാർത്ഥനാ മുറിയാണ്. നിന്റെ പ്രാർത്ഥനാ മുറിയായ ദൈവത്തിന്റെ വർഷോപ്പും നിന്നെ പണിയുന്നവനായ യേശുവുമാണ് നിന്നെ പുറത്തു കൊണ്ടുവരുന്നത്. It's not a prophet brings you out to the people, but God presence, and it's your prayer life and the waiting before God. So what God brings you out according to that. യേശുവിന്റെ അമ്മ മറിയയുടെ ജീവിതത്തിൽ ദൈവം തന്റെ ദൂതനെ, പ്രൊഫറ്റിക്കൽ പ്രവചനം വാഹിയായ ദൂതനെ, മെസ്സഞ്ചറായ ദൂതനെ, ഗബ്രിയേലിനെ മറിയയുടെ അടുത്തേക്ക് അയക്കുകയാണ്. So God is sending a prophetical word with the Gabriel angel towards Mary. മറിയയോട് പറയണ, ലോകത്തിന്റെ രക്ഷകൻ നിന്റെ ഉദരത്തിൽ ജനിക്കാൻ പോകുകയാണ്. മറിയ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഗർഭം ധരിച്ചു. So the Savior is going to be born in your womb. So when she received that word, she became a pregnant. വചനം പറയുന്നു, യോസഫ് മറിയയും ദൈവത്തിന്റെ പ്രവചനത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവം ആക്കിവെച്ച സമയമാകുന്നത് വരെ അവർ ആ പ്രവചനം ആകുന്ന ആ വചനത്തെ മറിയ ക്യാരി ചെയ്ത് അവർ പല സ്ഥലങ്ങളിൽ അലഞ്ഞു. അവർ പല സ്ഥലങ്ങളിൽ പോയി. അവർ ദേശം വിട്ടുപോയി. അവരത് ആ ഡെലിവറി ടൈം ആയപ്പോൾ അവർ ബെത്ലഹേമിൽ വന്നു. അവിടെ അവർ വാഗ്ദത്തത്തെ പ്രസവിക്കുകയാണ്. So here they have moved and carried the baby in their womb, and they just gone from one place to another place until the delivery. They came to the Bethlehem and had a delivery. They waited for the prophetic word. Hallelujah. അതിനുശേഷം അവർ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നസ്രയത്തിൽ പോയി താമസിക്കുകയാണ്. And according to the plan of God, they went and stayed in Nazareth. യേശു തന്നോടുള്ള വാഗ്ദത്തം മുറുകെ പിടിച്ച് 30 വർഷക്കാലം ഒരു സാധാരണ മനുഷ്യനായി യേശു മറിയയുടെയും യോസഫിന്റെയും വീട്ടിൽ അവരുടെ മകനായി യേശു ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ ഇരിക്കുകയാണ്. So Jesus was there around 30 years under God, and as their parent was a Mary and Joseph, he was waiting for God's time. Hallelujah. 30ാമത്തെ തിരുവയസ്സിൽ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട യേശു ഹല്ലേലൂയ യോർദാനിലേക്ക് പോവുകയാണ്. So after 30 years of that, and the Holy Spirit guided him and took him to the Jordan. സ്നാനപ്പെട്ട് ആത്മാവിന്റെ നിയോഗത്തോടെ മരുഭൂമിയിലേക്ക് താൻ പോകുകയാണ്. And after he was took baptism from the John the Baptist, and he was taken to the wilderness. അവിടെ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലിയയിലേക്ക് താൻ പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെടുകയും തന്റെ മിനിസ്ട്രി, തന്റെ വാഗ്ദത്തം താൻ
പരിശുദ്ധാത്മാവിനാൽ നിറവേറുകയാണ്. ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, വചനം പ്രസംഗിക്കുന്നു. So after that, he took the ministry and authority of God and started to preach the gospel to the kingdom and to the nations. വചനം വ്യക്തമായി പറയുന്ന 30 വർഷക്കാലം യേശു യോസഫിനെ മറിയയെയും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടിരുന്നു. സബ്മിറ്റിംഗ് അണ്ടർ ദ പാരന്റ്സ്. So through for Joseph and Mary, that Jesus was submitted for their parents until 30 years. രാത്രി വാഗ്ദത്തം കേട്ട ദൈവത്തിന്റെ ജനമേ, കേട്ട വാഗ്ദത്തത്തെ ഗർഭം ധരിച്ച് അത് പുറത്തു വരുന്ന സമയം വരെ നീ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നിന്റെ പ്രാർത്ഥനാമുറിയാവുന്ന ദൈവത്തിന്റെ വർക്ക്ഷോപ്പിൽ നീ ഇരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ബുദ്ധി ഉപദേശിക്കുകയാണ്. So God is saying to you that you be in the workshop of God and conceive yourself the prophecy in your life, and until you get to the delivery of the prophetical word, wait on the Lord, submit yourself. മാനുഷികമായ രീതിയിൽ, മാനുഷികമായ ചിന്തയിൽ, ക്രൂക്കഡ് വേയിലൂടെ ഒരിക്കലും ദൈവിക പദ്ധതികളിൽ ഫുൾഫിൽ ആകുകയില്ല. ദൈവം നിന്നെ പണിത് പുറത്തിറക്കുമ്പോൾ മാത്രമാണ് നീ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റായി നീ പുറത്തു വരുന്നത്. നോ ഷോർട്ട് കട്ട്. You cannot have any shortcut way to come into a finished product. You have to undergo in all the circumstance of your life. Then only God will bring you out as a finished product. രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ പ്രവചനങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളെ തന്നെ സമർപ്പിച്ച് അതിനായി നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം. Because he wanted to mold you, he wanted to build you, he wanted to make it as a finished goods in your life. So as you be in this prayer, God wants to make you as a finished product. Be submissive, be surrendered to God, and he will make you as he will. I'm praying for you where you are. Father, in the name of Jesus. അത് നഷ്ടപ്പെടുവാൻ അനുവദിക്കാതെ, അത് അവർ പ്രാപിച്ച വാഗ്ദത്തത്തെ മിസ്കാരേജ് ആയി പോകാത്ത രീതിയിൽ അവർ ദൈവത്തിന്റെ മറ്റൊരു പ്രവചനത്തിലേക്ക്, മറ്റൊരു പ്രവാചകന്റെ പുറകെ പോകാതെ അവർ കേട്ട വാഗ്ദത്തത്തിൽ അവരുടെ പ്രാർത്ഥന മുറിയാവുന്ന ദൈവത്തിന്റെ വർക്ക്ഷോപ്പിൽ അവരെ തന്നെ സമർപ്പിച്ച് അവരെ കട്ട് ചെയ്യുമ്പോഴും മുറിക്കുമ്പോഴും ബിൽഡ് ചെയ്യുമ്പോഴും എല്ലാം വേദനകൾ സഹിച്ച് ദൈവം പുറത്തിറക്കുന്നത് വരെ ആമേ സ്തോത്രത്തോടെ ഇരുന്ന് ദൈവത്തിന്റെ സമയത്ത് അവർ പുറത്തു വന്ന് ദൈവത്തിന്റെ ആഗ്രഹം പോലെ അവർ ദൈവം ഉപയോഗിക്കുന്ന പാത്രമാകുവാൻ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. So I'm praying for the people that God may take you to the other level, cut you and undergo in many testings of your life and in problem, and he will bring you an outcome of your life. You should not go after one prophet, another prophet, hearing many prophets. You can't do anything in your life, but stay in the prophetical things, and God will do the great things and be impregnant of your life to conceive it, and until come to a delivery time, the prophetic will fulfill your life. Just wait on the Lord. God will do the great things in your life. ഇസ്രായേൽ മക്കളുടെ കാര്യത്തിൽ ഇസ്രായേൽ മക്കൾക്ക് പ്രവചനം ഉണ്ടായിരുന്നു, കാനാൻ ദേശം അവർക്കുള്ളതായിരുന്നു. പക്ഷേ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നില്ല. അവർ ദൈവത്തോട് പിറുപിറുത്തു. അവർക്ക് കിട്ടേണ്ട കാനാൻ ദേശം അവർ നഷ്ടപ്പെടുത്തി. But we see Israel, they got the prophetical word to go into the Canaan place, but in the wilderness they had just murmured against the servant of God. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. പക്ഷെ ദൈവം വിശ്വസ്തനാണ്, അവൻ വാക്കുമാറത്തില്ല. പക്ഷെ നിങ്ങൾ അവന്റെ കൈയിടകത്ത് ഇരുന്നില്ലെങ്കിൽ ഒരിക്കലും അവന് നിങ്ങളെ പണിയുവാൻ കഴിയില്ല. അതുകൊണ്ട് വചനം പറയുന്നു, തക്ക സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ പുറത്തു വരേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ പണിയപ്പെടുവാൻ ഒതുങ്ങിയിരിക്കുക. So to fulfill your prophetical word and promised word of your life, that you should come into the hand of God, give yourself into the hand of God, surrender yourself in the hand of God. Then only he can do great things for our life. Otherwise he can't do anything into your life.
Father, I pray all the people under my voice. I pray, Holy Spirit, give that direction. Holy Spirit, give the inspiration to submit under the hand of God. I pray in Jesus' name. Amen. We'll see tomorrow. And the next topic, God will help you. You will see your promise in Jesus' name. Amen. May the Lord bless you. In Jesus' name. Praise the Lord.